السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ആദരണീയരായ സത്വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പടച്ചറബിനെ സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതുമെല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. സത്യവിശ്വാസിനികളെ, പരിശുദ്ധ റമളാനിൽ പുണ്യമേറിയ രാപ്പകലിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നോമ്പനുഷ്ഠിച്ച് അള്ളാഹുവിൻ്റെ ആദരണീയരായ മലക്കുകൾ നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായൊരു സദസ്സിലാണ് നമ്മളുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ ഏതൊരു മനുഷ്യനും ഓരോ വ്യക്തിയും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന, ഇന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ആളുകൾ എന്താണ് ഏറ്റവും കൂടുതൽ തിരയുന്നത് എന്ന് നോക്കിയാൽ AI വരെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ആളുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ആ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. അഥവാ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും, എവിടുന്നാണ് ഈ സമാധാനം കിട്ടുക, ഹാപ്പി ലൈഫ് ആളുകളൊക്കെ തരികയാണ്. അതിന് ജാതിയില്ല, മതമില്ല, ചെറുപ്പമില്ല, വലുപ്പമില്ല. എല്ലാവർക്കും വേണ്ടത് ഒന്ന് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു മനസ്സുഖത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം. അതിനിപ്പോൾ എന്താ ചെയ്യുക, അതെങ്ങനെ കിട്ടുക എന്ന് ആളുകൾ തിരയുന്നുണ്ട്. വിശുദ്ധ ഇസ്ലാം എന്തൊരു കാര്യമാണ് ആ രംഗത്തേക്ക് മുന്നോട്ട് വെച്ചത് എന്ന് പരിശോധിക്കുകയും ആ പരിശോധനയിൽ അത് സ്വീകരിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ സംസാരത്തിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. ആമുഖമായി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ചെമ്പക്കുത്ത് ഈ നാട് ഇങ്ങനെ ഒരു 10 കൊല്ലം മുമ്പുള്ള ഒരു നാട്, കുറച്ചൊക്കെ പ്രായമുള്ള ആളുകളായതുകൊണ്ട് അവർക്ക് വേഗം ഓർക്കാൻ പറ്റുമ്പോൾ, ഒരു 10 കൊല്ലം മുമ്പുള്ള ഈ നാടും ഇന്നത്തെ ഈ നാടും തമ്മിലുള്ള ഒരു അന്തരം, വ്യത്യാസം എന്താണ്? നാടിൽ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനൊക്കെ എടവണ്ണ ജാമിയ നദവി പഠിച്ച ഒരാളാണ്. 2006 ഞാനിവിടുന്ന് പാസ് ഔട്ടായി പോകുന്നത്. പിന്നീട് അധ്യാപകനായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ അന്നിങ്ങനെ പഠിക്കണ കാലത്തിലൊക്കെ ഇങ്ങനെ വൈകുന്നേരം ഈവനിങ് വാക്കിങ് കാര്യങ്ങളൊക്കെ ആയി നടന്ന് ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ നടക്കുകയാണെങ്കിൽ അന്ന് കുറേ ഓടിട്ട കെട്ടിടങ്ങൾ, പ്രത്യേകിച്ച് ഓലപ്പരകളൊന്നും അന്നേ ഇല്ല. പക്ഷെ ഇന്ന് ഓടിട്ട വീടുകൾ തന്നെയല്ല, ഒക്കെ എന്തായി കോൺക്രീറ്റ് കെട്ടിടങ്ങളായി. ഭൗതികമായ മാറ്റമാണ്, അൽഹംദുലില്ലാ. ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട്. റോഡായാലും ഒക്കെ എല്ലാ ഭാഗത്തും ഒരുപാട് ഭൗതികമായ വികസനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തെ വ്യക്തിപരമായി നമ്മളിങ്ങനെ ആലോചനയൊക്കെ എടുക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ കുട്ടികളായിരുന്നൊരു കാലം,
എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പത്തിലുണ്ടായ പട്ടിണിയും ബുദ്ധിമുട്ടും, വസ്ത്രമില്ലാത്തത്, അതുപോലെ തന്നെ ഉമ്മയും വാപ്പയും രാവിലെ ജോലിക്ക് പോകുന്നത്, അന്ന് ഉണ്ടായ ഭക്ഷണ സിസ്റ്റം, അവിടെ നമ്മൾ LP സ്കൂളിൽ പഠിച്ചത്, ആ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് നമ്മൾ UPയിലും ഹൈസ്കൂളും കോളേജിലും, നമ്മുടെ വിവാഹം, നമുക്ക് മക്കളുണ്ടായി, നമ്മുടെ ഇന്നത്തെ ജോലി, നമ്മുടെ വസ്ത്രങ്ങൾ, നമുക്ക് വാഹനങ്ങളുമായി, അതുപോലെ ഇങ്ങനെ അടിക്കടിക്കടിക്ക് പുരോഗതിയാണ്. അൽഹംദുലില്ലാഹ് റാഹത്താണ്. ഇതൊക്കെയുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൗതികമായി പുരോഗതിയുണ്ട് ഞാൻ പറയണത്. എന്നാൽ 10 കൊല്ലം മുമ്പുള്ള അതേ അവസ്ഥയിൽ തന്നെ ഒരു പക്ഷേ പല ആളുകളിലും നിൽക്കുന്നൊരു മേഖലയുണ്ട്, പുരോഗതി വരാത്തൊരു മേഖലയുണ്ട്. അതായത് അവനാൻ്റെ ജീവിതത്തിൽ പുരോഗതി വരാത്തൊരു മേഖല ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അത് അപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാത്തൊരു മേഖല ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ ദീനിൻ്റെ കാര്യമാണ്, മതപരമായ കാര്യം. മതപരമായ കാര്യത്തിൽ 10 കൊല്ലം ബാക്ക് തന്നെയായിരിക്കും പല ആളുകളും. ഒരു കുറ്റമായിട്ട് പറയല്ല, ഒരു ഉദാഹരണത്തിന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എന്ന് പറഞ്ഞാൽ 10 കൊല്ലം മുമ്പ് നമ്മൾ ളുഹർ നമസ്കരിക്കുമ്പോൾ ആ ളുഹർ നമസ്കാരത്തിൽ ഏത് സൂറത്താണ് ഓതിയത്? ഇന്നും നിസ്കാരത്തിന് മാറ്റമൊന്നുമില്ല. 10 കൊല്ലം മുമ്പുള്ള അതേ നിസ്കാരം തന്നെയാണ്. ഇനി 10 കൊല്ലം കഴിഞ്ഞാലും നിസ്കാരത്തിന് അതിനൊന്നും ഒരു മാറ്റമല്ല, എൻ്റെ ദിക്റിലും പ്രാർത്ഥനയിലും ഒന്നും മാറ്റമല്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ 10 കൊല്ലം മുമ്പ് നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് ആണ് ഓതിയിരുന്നതെങ്കിൽ അത് ഓതിനൊരു കുഴപ്പമല്ല, ഒരു കുറ്റമല്ല. പക്ഷെ ഇന്നും നമ്മൾ അതന്നെയാണ് ഓതുക. അപ്പോൾ അതിനെന്താ പ്രശ്നം? അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, എന്ത് 10 കൊല്ലം മുമ്പ് അങ്ങനെ ആ സൂറത്ത് ഓതാനുള്ള കാരണം നമുക്ക് അതേ അറിയുള്ളൂ, നമുക്ക് അത്രയും അറിയുള്ളൂ. ആ അമ്മ ജുസയിൽ പെട്ട അവസാനത്തിൽ 10-15 സൂറത്തെ നമുക്ക് ആകെ ശരിക്ക് കാണാതെ കിട്ടുള്ളൂ. പക്ഷെ ഇന്ന് അത്രത്തിനുള്ളൂ. പല ആളുകൾക്കും കൂടുതൽ എന്തെങ്കിലും പഠിക്കാൻ തോന്നിയാലും പഠിച്ചാലും അത് കുറേ ആളുകൾ പഠിച്ചിട്ടുണ്ട്, പഠിച്ച സംഗതി പ്രാവർത്തിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒന്ന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു കുറ്റപ്പെടുത്തല്ലാത്ത രൂപത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കി. പിന്നെ 10 കൊല്ലം മുമ്പ് നമ്മൾ നമസ്കരിച്ച ആ നമസ്കാരത്തിൻ്റെ അതേപോലെ നിസ്കാരം അത് തന്നെയാണ്. പക്ഷെ അന്നും സമീഅ അല്ലാഹു ലിമൻ ഹമിദ എന്നൊരു വാക്കിന് ഇതിന് അർത്ഥമുണ്ടല്ലോ. അന്ന് അത് നമുക്കറിയില്ല. പക്ഷെ അതിന് ശേഷം ഇന്നും പല ആളുകളോടും അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ചിട്ടില്ല. അതേപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ ഇപ്പോൾ ലേണിംഗ് ക്ലാസ്സൊക്കെ നടക്കുന്നതുകൊണ്ട് കുറേ ആളുകൾക്ക് അറിയും. പക്ഷെ നമസ്കാരത്തിൽ അതിൻ്റെ ആശയമൊന്ന് ആലോചിച്ച് മനസ്സമാധാനത്തോടെ നെഞ്ചത്തൊക്കെ ഇങ്ങനെ കൈവെക്കുമ്പോൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ പടച്ചോനെ നേരെ ചൊവ്വായ മാർഗത്തിലേക്കുള്ള വഴിയാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ഒരു ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് നമസ്കരിക്കുന്ന ഒരു നമസ്കാരത്തിലേക്കുള്ളൊരു പുരോഗതി, ദീന് മനസ്സിലാക്കി നിരന്തരം ക്ലാസ്സുകളും പഠന ക്ലാസ്സുകളും ഖുത്ബകളും കേട്ട് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഒരു ഗ്രഡേഷൻ, അതിൻ്റെ ഒരു പുരോഗതി, അതിൻ്റെ ഒരു പരിവർത്തനം നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ ചുരുക്കം. ഞാൻ പറഞ്ഞത് മാറ്റം ഭൗതികമായുണ്ട്, മതപരമായ കാര്യത്തിൽ കൂടി ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഉൾക്കൊള്ളാനും പ്രാവർത്തികമാകാനും പറ്റും. ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്ന സംഗതി അതുതന്നെയാണ്. ഇത് എല്ലാ ആഴ്ചയും ക്ലാസ് നടക്കുമ്പോൾ, അതേപോലെ തന്നെ വെള്ളിയാഴ്ച ഖുതുബക്കൊക്കെ നമ്മളൊക്കെ വരാറുണ്ട്. അത് ഇപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് പോകണം. ഇപ്പോൾ റമദാൻ തുടങ്ങണതിൻ്റെ മുമ്പുള്ളൊരു ദിവസം, മുമ്പുള്ള 1-2-3 ദിവസം ഒരാഴ്ച നോമ്പാവട്ടെ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. നോമ്പ് വന്നു, അന്നത്തെ നമ്മളൊരു മനസ്സും ഇന്ന് നോമ്പ് ഇന്ന് ഞായറാഴ്ച ആകുമ്പോൾ, കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങി 7 നോമ്പ് കഴിഞ്ഞ് 8ാമത്തെ നോമ്പിലെത്തി നോമ്പ് പരീക്ഷിച്ച് നമ്മളും തമ്മിൽ എന്തെങ്കിലും ഒരു പുരോഗതി ആരാധന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാകണം. ഒരു സംതൃപ്തി തോന്നുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് അന്നത്തെക്കാട്ടിലും ഇന്ന് എനിക്കൊരു നല്ലൊരു സമാധാനമുണ്ട്, ഒരു റാഹത്താണ്, സമാധാനമുണ്ട് എന്ന് പറയുമാർ മനസ്സിനൊരു സന്തോഷം കിട്ടണം. അതാണ് ദീന് കൊണ്ട് ഉണ്ടാകേണ്ടതെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഉണ്ടാകണം. അപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലത്തെ റമദാനിനേക്കാളും ഈ റമദാൻ കഴിഞ്ഞു പോയി, റമദാൻ്റെ അവസാനം ഇവിടെ വെള്ളിയാഴ്ച ഖുതുബയിൽ ചോദിക്കും മിക്കവാറും ഈ റമദാനിൽ എന്ത് നേടി എന്നാണ്. അവിടെ
കൃത്യമായൊരു ആൻസർ അവനാൻ്റെ വ്യക്തിത്വത്തിൽ ഉണ്ടാവണം. എന്താണ് നേടിയത്, അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ അത്തരം സംഗതികളെക്കുറിച്ച് ഒരു ആലോചിക്കുകയും അത് ഉണ്ടാവുകയും ചെയ്യണം എന്നാണ് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ശരി, നമ്മൾ തിരയാണ്. എന്താ തിരയണത്? എവിടുന്ന് അപ്പോൾ സമാധാനം കിട്ടുക എന്നുള്ളതാണ്. അതായത് എല്ലാവരും വ്യക്തി എന്നുള്ള നിലക്കും അതേപോലെ തന്നെ കുടുംബമായിട്ടും എല്ലാവരും അന്വേഷിക്കുന്നത് സമാധാനമാണ്. അതേപോലെ ജോലി സ്ഥലത്ത് ഇപ്പോൾ 50-60 വയസ്സായ ആളുകളും അവരൊക്കെ എന്താ വെച്ചാൽ ഇത്രയും കൊല്ലം ജീവിച്ചിട്ടും അവരും മനസ്സ് അസ്വസ്ഥമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 7ാം ക്ലാസ്സൊക്കെ മുതലുള്ള കുട്ടികളിങ്ങനെ വലുതാവും. കുട്ടികൾക്ക് അറിയണില്ല ഒരു വലുതായിക്കണമെന്നില്ല. പക്ഷെ പുറത്തത്തെ ആളുകൾക്ക് അവർ വലുതായിക്കണ തോന്നോടുകൂടെ തന്നെ വീട്ടിലെ സമാധാനം, ഉമ്മാർക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്. ഉമ്മാർ ഇന്നലെയും കൂടി ഒരു രക്ഷിതാവ് 7ാം ക്ലാസ് പഠിച്ച കുട്ടിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്, പേടിയാണ് മാഷെ, പേടിയാണ്, എന്താ ചെയ്യാം. അപ്പോൾ ആളുകളൊക്കെ ഈ രീതിയിൽ മക്കളെ കുറിച്ചും അസ്വസ്ഥമാണ്. ഇപ്പോൾ ഈ റമദാൻ്റെ സമയത്ത് യൂട്യൂബ് ചാനലുകാർക്ക് വീണിട്ടൊരു സമ്മാനമാണ് 2 ആളുകൾ ആഘോഷിക്കണം, തെമർത്താടാണ്. അഫാന് സഹബാസ് പറഞ്ഞാൽ എല്ലാവരും എന്താ വെച്ചാൽ ഒരു ആവേശം. കുറേ ആളുകൾ യൂട്യൂബ് ചാനൽ അതിനായിട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തമർത്താടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതവർക്കൊരു ആവേശം. ഇതെന്നെ നോക്കി കുത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ നിരന്തരം ഇതിൻ്റെ കുട്ടി അങ്ങനെ ആകുമോ, എൻ്റെ കുട്ടി അങ്ങനെ ആകുമോ, എൻ്റെ കുട്ടിക്ക് അങ്ങനെ പറ്റുമെന്ന് പേടിച്ചിരുകി അങ്ങനെ ജീവിക്കുന്നൊരു സമൂഹം. ഈ ഒരു സമൂഹത്തിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ തരിയണ സാധനം എവിടെ നിന്നാണ് സമാധാനം കിട്ടും. നിങ്ങൾ ആലോചിച്ചാൽ കാണും, എന്തിനാണ് ഒരു 50 വയസ്സായിട്ടും വാപ്പ ജോലിക്ക് പോകണം? എന്തിനാ? ആ വാപ്പ വിചാരിക്കണത്, ഞാൻ ജോലി ചെയ്യുക, ക്ഷീണുണ്ടെങ്കിലും പ്രയാസമാണെങ്കിലും നോമ്പ് നോറ്റും ഒരു ഉപ്പ ജോലിക്ക് പോകണം. എന്തിനാരോ? ഞാൻ ജോലി ചെയ്യുന്ന കിട്ടുന്ന പണം കൊണ്ട് കുടുംബം നോക്കി കുടുംബത്തിന് സമാധാനം ഉണ്ടാകണം. ഗൾഫിക്ക് പോകുകയാണ് കുറേ ആളുകൾ. സ്വന്തം കുടുംബത്തെ വിചാരങ്ങളും സന്തോഷങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് പോവുകയാണ്. കടൽ കടന്ന് പോകണമെന്തിനാരോ? ഞാൻ ജോലി ചെയ്യുക വഴി എൻ്റെ കുടുംബത്തിന് നല്ലൊരു ജീവിതം കിട്ടി സമാധാനം കിട്ടണം. കുട്ടികളെ പഠിപ്പിക്കുകയാണ്, റിസ്ക് എടുത്ത് കുട്ടികളെ പഠിപ്പിക്കുകയാണ്, പണം ചെലവഴിച്ച് പഠിപ്പിക്കുകയാണ്. എന്തിനാണ് നിങ്ങളെ കുട്ടീനെ ഇങ്ങനെ ഇടങ്ങാറായി പഠിപ്പിക്കണേ? എൻ്റെ കാലം കഴിഞ്ഞാലും കുട്ടിക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക ഒക്കെ അതാണ്. എല്ലാവരും ഉത്തരം അതാണ്. എന്നിട്ട് ഇതാണ് തിരഞ്ഞ് നടക്കുന്നത്. ഇവിടെയാണ് എന്നിട്ട് ഇത് തിരഞ്ഞിങ്ങനെ നടക്കുമ്പോൾ എവിടുന്നാ കിട്ടുക? അതിന് പല മാർഗങ്ങളും ആളുകൾ തിരയുന്നുണ്ട്. എന്നാൽ വിശ്വാസികൾ എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നമസ്കാരം കഴിഞ്ഞാലും നമ്മളെ കൊണ്ട് പറയിപ്പിക്കേണ്ട ഈ സാധനം ഇത് എവിടുന്നാ കിട്ടുക, ഇതാരാ തരണ്ടേന്ന് നമ്മുടെ നാവ് കൊണ്ട് പറയിപ്പിക്കുന്നു. നോക്കി നിങ്ങൾ, എന്താ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ ഉടനെ നമ്മുടെ നാവിൽ നിന്ന് വരികയാണ് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. എന്തായി പറഞ്ഞത്? സമാധാനാണ് ഈ പറഞ്ഞത്. അല്ലാഹുമ്മ അൻതസ്സലാം, പടച്ചോനെ നീ തന്നെയാണ് സമാധാനം നൽകുന്നവൻ. വമിൻകസ്സലാം, പടച്ചോനെ നിന്നിൽ നിന്നേ ആത്യന്തികമായ സമാധാനം കിട്ടൂ. ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സമാധാനം എവിടുന്നേ കിട്ടുള്ളൂ? അള്ളാൻ്റെ അടുത്തുനിന്നേ കിട്ടുള്ളൂ. അത് നമ്മളെ കൊണ്ട് അത് ആവർത്തിച്ച് പറയിപ്പിക്കുന്നുണ്ട്. അത് തെരഞ്ഞ് വേറെ എവിടെയും പോകേണ്ടതില്ല. റബ്ബിൽ നിന്നേ അത് കിട്ടൂ. അള്ളാഹു നീയാണ് സമാധാനം നൽകുന്നവൻ, നിന്നിൽ നിന്നേ അത് കിട്ടൂ, നിനക്കത് തരാൻ പറ്റൂ. അതുകൊണ്ട് അള്ളാഹുൽ നിന്ന് കിട്ടണം. അപ്പം നമ്മൾ ഇവിടെ 2 കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, എവിടെ നിന്ന് കിട്ടും, കിട്ടിയ സംഗതി എവിടേക്കാണിത് പോവുക, എങ്ങനെ നഷ്ടപ്പെടുന്നു. ഇത് രണ്ടും മനസ്സിലായി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അപ്പോൾ ഒന്നിതാണ് അള്ളാഹിൽ നിന്ന് കിട്ടണം. അപ്പോൾ ഞാൻ അതിനെന്താ ചെയ്യേണ്ടത്? നോക്കൂ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രസംഗിക്കാനും കേൾക്കാനും സുഖമാണ്. പക്ഷേ അത് അവനാൻ്റെ ജീവിതത്തിലെ അപ്ലൈ ചെയ്യാൻ കുറച്ച് റിസ്ക്കാണ്. ചെയ്യൂല ആൾക്കാർ. ഇത് അവിടെ ഇട്ടുങ്ങാണ്ട് ഓടും. പിന്നെ അതൊന്നും ശരിയല്ല, അതിൽ സംതൃപ്തവാനാവൂല, ഓടും. നേരെ വെച്ചാൽ അള്ളാഹ് കൃത്യമായിട്ട് പറഞ്ഞു വിടുന്നത് കിട്ടുക, അത് എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞു. ആ പറഞ്ഞെന്ന സംഗതി സ്വീകരിക്കാൻ ഒരുക്കണ്ടോ, അതിന് ആളുകൾ അതിന് നിൽക്കൂല. അതിൽ സംതൃപ്തിപ്പെടാതെ വീണ്ടും ഓടാണ്. നോക്കൂ നിങ്ങൾ, നമുക്കറിയുന്ന ആയത്തും നമ്മൾ കേട്ട ഒരു ചരിത്രത്തിൻ്റെ പശ്ചാത്തലം പറയാണ്. നമുക്കറിയും എവിടുന്ന് അത് കിട്ടുക എന്നുള്ളത്. അതായത് സമാധാനം
എന്ന് പറഞ്ഞ സംഗതി എന്താ വെച്ചാൽ 2 കാര്യങ്ങൾ ഒഴിവായി കിട്ടിയാൽ മതി, അപ്പം നമുക്ക് സമാധാനങ്ങളും. ഒഴിവാകേണ്ട 2 കാര്യം എന്താ വെച്ചാൽ, ഒന്ന് ടെൻഷനാണ്, അതായത് ഹുസ്ന്, ദുഃഖമാണ്. എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ നടന്ന, കഴിഞ്ഞ എൻ്റെ പാസ്റ്റ് ലൈഫിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ദുഃഖകരമായ ഓർമ്മ അതോട് ഒഴിവായി കിട്ടണം. എന്ന് പറഞ്ഞാൽ മരണമാകാം, വളരെ പ്രധാനപ്പെട്ട, വളരെ നമ്മുടെ ജീവിതവുമായി അടുത്ത ആളുകൾക്ക് സംഭവിച്ച മരണം, ഭയങ്കര സങ്കടമായിരിക്കും. അത് ദുഃഖം, അതിനൊരു ശമനം തരണം. ദുഃഖം ഉണ്ടാവില്ല എന്നല്ല, ആ ദുഃഖം വന്നാലും അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു മനക്കെട്ടി കിട്ടിയാൽ മതി, അത് തരുമോ, കിട്ടും. അപ്പോൾ ഒന്ന് അതോട് പോയി കിട്ടണം. 2, നമ്മുടെ ലൈഫിൽ വന്ന ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും, ഒരുപാട് കച്ചവടത്തിലായാലും അതുപോലെ ഇനി മക്കളോ എന്തെങ്കിലുമൊക്കെ വരുത്തി വെച്ച ഭയങ്കര നഷ്ടങ്ങളും സങ്കടങ്ങൾ അതോട് ഒഴിവായി കിട്ടണം. അതാണ് ഹുസ്ന്, ദുഃഖം. അത്തരം സംഗതികളെ, ഡിപ്രഷൻ കൊണ്ട് ഒഴിവായി കിട്ടിയാൽ മതി. അത് ഒഴിവാക്കി തരുമോ പടച്ചോനെ? ഒഴിവാക്കി തരും എന്ന് അള്ളാഹ് പറഞ്ഞു. രണ്ടാമതൊരു സംഗതി എന്താ വെച്ചാൽ, ഫ്യൂച്ചറിൽ ഭയമാണ്. ഭയം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ എന്തായിത്തീരും, എൻ്റെ കുട്ടികളൊക്കെ വല്ല പ്രേമത്തിലോ ലഹരിയിലൊക്കെ പെട്ടുപോയി നാട്ടിൽ മാനം കെടുമോ, മക്കളെ ഭാവി എന്തായിരിക്കും, ഓല് പഠിച്ച് നല്ല ജോലി കിട്ടൂലേ, എനിക്കെന്തെങ്കിലും ശാരീരികമായ മാറാരോഗം വന്ന് എൻ്റെ കുട്ടികളൊക്കെ ആകെ അനാഥമോ ഇടങ്ങാറാകോ, നാട്ടുകാരിരുന്ന് പിരിവിട്ട് ഇന്നെ ചികിത്സിക്കേണ്ടി വരുമോ, ഒരു നെഞ്ചുവേദന വരുമ്പോഴേക്കിനും വയറുവേദന വന്ന തലവേദന അപ്പോത്തിന് അത് ക്യാൻസറാണ്, ഭയങ്കര പ്രശ്നമായിട്ട് ഇല്ലാത്ത കാര്യം ഓർത്തിട്ട് ഇങ്ങനെ എന്താ ചെയ്യുക, ആ രീതിയിൽ ആങ്സൈറ്റി. ഫിറൗനുണ്ടായതും അതാണ്. ചരിത്രം അറിയാലോ, ഫിറൗൻ എന്താ സംഭവിച്ചേ? ജ്യോത്സ്യം വന്ന് പറഞ്ഞു, ബനു ഇസ്രായേലിൽ പെട്ട ഒരു കുട്ടി എന്ത് ചെയ്യും, നിങ്ങൾ അധികാരം തെറിപ്പിക്കാൻ സാധ്യതയുണ്ട് പറഞ്ഞു. ആങ്സൈറ്റി ആയി, ആകെ പ്രശ്നമായില്ലേ. അയാൾ അപ്പത്തെ ഈ ഭാവിയിലുള്ള ഇതിനെക്കുറിച്ച് ഭയം തോന്നുന്നു പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഓൻ്റെ എനർജിയും ഓൻ്റെ സമ്പത്തും ഒക്കെ എന്ത് ചെയ്യും, അവനെന്നെ വിചാരിക്കാത്ത രൂപത്തിലാണ് എന്ത് ചെയ്യുക, അതിനെ ആ പേടിയെ അടിച്ചൊതുക്കാൻ വേണ്ടി ചിലവാക്കും. ഫിറൗൻ്റെ ചരിത്രം നമുക്ക് മുന്നിൽ വെക്കണ സാധ്യത. ആ കുട്ടി ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് ആകെ പേടി. അയാൾ എന്ത് ചെയ്യാണ്, ആ തൻ്റെ പട്ടാളത്തെയും സൈന്യത്തെയും ഒക്കെ ഇട്ടിട്ട് എന്താ വെച്ചാൽ ആ ഇസ്രായേൽ ജനങ്ങളുടെ കുട്ടികളെ മുഴുവൻ കൊല്ലാണ്ട് തീരുമാനിക്കുകയാണ്. എന്നിട്ട് കൊല്ലാൻ പറയാണ്. നിങ്ങൾ ആലോചിച്ചാണ്, ഇതാണ് എന്ത് ആങ്സൈറ്റി. ഇത് ഭയങ്കര പ്രശ്നമാണ്. അയാളെ സമ്പത്തും അയാളെ എനർജിയും അയാളെ പട്ടാളം ഒക്കെ ഉപയോഗിച്ചിട്ട് ഇയാൾക്കൊന്ന് ചിന്തിച്ചാൽ പോരെ, ആ കുട്ടി ജനിക്കണം, ആ കുട്ടി വലുതാകണം, എന്നിട്ട് അതിനൊക്കെ അതൊക്കെ സംഭവിക്കാൻ എത്ര കാലിരിക്കുന്നു, അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ അതിൻ്റെ ബുദ്ധിയൊന്നും വരൂല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവസാനം അയാളെ അങ്ങനെ ചെയ്യിപ്പിച്ചുവെങ്കിൽ നമുക്കുള്ള പാടാണത്. ഭാവിയിൽ സംഭവിക്കാവുന്ന ഒരു സംഗതിയെക്കുറിച്ച് ആലോചിച്ചിട്ട് പേടിച്ച് നടക്കുക, ഇതും ഒരു പ്രശ്നമാണ്. അപ്പോൾ അള്ളാഹ് പറഞ്ഞു, ഇത് രണ്ടും നിങ്ങൾക്ക് ഒഴിവാക്കി തന്നിട്ട് പ്രസൻറ്റ് ലൈഫ് നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാം പറ്റും. അള്ളാഹ് പറഞ്ഞു അങ്ങക്ക് പറ്റും, അതിന് നിങ്ങൾക്ക് ഒരുക്കണ്ടോ, അതിന് ഞാൻ കാര്യം പറഞ്ഞാൽ സ്വീകരിക്കാൻ ഒരുക്കണ്ടോ എന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ, സമാധാനം തേടുന്നവർ പടച്ചോനെ അത് തന്നാൽ ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളാം എങ്കിൽ. സൂറത്തുൽ ബഖറയിൽ ഈ സംഗതി അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞു തന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് സ്വർഗീയമായ എല്ലാ സുഖങ്ങളിലും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആദം ഹവ്വ ദമ്പതികൾ സുഖത്തോടെ ജീവിക്കുമ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഹവ്വ ബീവിയുടെ ഇറങ്ങിക്കോളി, നിങ്ങൾ ഭൂമിക്ക് ഇറങ്ങിക്കോളി എന്ന് പറയാണ്. ഭൂമിയിലേക്ക് ഇറക്കി വിട്ടിട്ട് ഇനി ഭൂമി ലോകത്തുള്ള മുഴുവൻ മനുഷ്യകുലത്തിനോടും, ആദമേ നിങ്ങളും നിങ്ങളുടെ സന്താനങ്ങളായി ജനിക്കുന്ന മുഴുവൻ, നമ്മളടങ്ങുന്ന മുഴുവൻ ആളുകൾക്കും ഭൂമി ലോകത്തെ ഹാപ്പി ലൈഫ് ആവശ്യമുണ്ടോ, സമാധാനം വേണോ, നിങ്ങൾക്ക് സ്വീകരിക്കേണ്ട ഒരൊറ്റ കാര്യമാണ് അല്ലാഹു കൊടുത്തത്. എന്താ? ഖുൽ ഹുബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ فمن تبع هداي فلا خوف عليهم ولا هم يحزنون قل اهبطوا منها جميعا. ഇറങ്ങിക്കോ, ഭൂമിയിലേക്ക് ഇറങ്ങിക്കോളൂ, അവിടെ നിങ്ങൾ ജീവിച്ചോളൂ. പക്ഷേ ഈ ഭൂമിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ പരീക്ഷണ ലോകമാണ്. അവിടെ നിങ്ങൾക്ക് സമാധാനം വേണോ, ഫഇമ്മാ യഅതിയന്നകും മിന്നി, എന്നിൽ നിന്ന് നിങ്ങൾക്ക് വന്നു കിട്ടും, ഞാൻ തരും. അല്ലാഹ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് തരും. എന്ത്? ഹുദൻ. ഇവിടെ എങ്ങനെ ജീവിക്കണം, ഇവിടെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എന്താണ് ഇവിടുത്തെ ജീവിതത്തിൻ്റെ മാർഗരേഖ, ജീവിക്കാൻ ആവശ്യമുള്ള സംഗതികൾ ഞാൻ പറഞ്ഞുതരും. ഹുദ, മാർഗദർശനം.
അത് തരും. ഫമൻ തബിഅ ഹുദായ, എന്നിൽ നിന്ന് നിങ്ങൾക്ക് തരുന്ന ആ ഹുദ ഉണ്ടല്ലോ, ആ മാർഗദർശനം, ആ ജീവിത രേഖ ഉണ്ടല്ലോ, അത് നിങ്ങൾ ഫോളോ ചെയ്ത് അതനുസരിച്ച് ജീവിച്ചാൽ 2 കാര്യം ഒഴിവാക്കി തരും. എന്തൊക്കെ? ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഭാവിയിൽ നടക്കാനിരിക്കുന്ന സംഗതികളെ കുറിച്ചുള്ള പേടി ഒഴിവാക്കി തരാം. വലാഹും യഹ്സനൂൻ, ഇന്നലകളിൽ നടന്ന സങ്കട ദുഃഖ നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയും ടെൻഷനും ദുഃഖവും ഒഴിവാക്കി തരാം. പിന്നെ നിങ്ങൾക്ക് അന്നന്നത്തെ ജീവിതത്തിലെ പ്രസന്റ് ലൈഫ് ആസ്വദിച്ച് സമാധാനത്തോടെ ജീവിക്കാം. നിങ്ങൾ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യം എന്താ വെച്ചാൽ ഹുദ സ്വീകരിക്കുക, അള്ളാഹുൽ നിന്നുള്ള മാർഗദർശനം സ്വീകരിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കുകയാണ്, ഇനി നമ്മൾ ആ മാർഗം സ്വീകരിക്കുന്ന ഒരു കോലം എങ്ങനെയെന്ന് നോക്കുക. അപ്പം നമുക്ക് പ്രശ്നം തരും. ഇത് പറയാൻ എളുപ്പമാണ്. ഇനി നോക്കൂ, നിങ്ങൾ ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടേ, ഈ ലോകത്ത് സമാധാനത്തോടെ ജീവിക്കാൻ, നാളെ പരലോകത്ത് തറവാട്ടിലേക്ക് സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി ഒറ്റ കാര്യം, ഒറ്റ ലക്ഷ്യം. ലക്ഷ്യം സിമ്പിളാണ്. എന്താണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം? നമ്മുടെ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്? എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ ലൈഫ് കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടണം. അതുതന്നെയാണ്. സ്വർഗം ഒരു കാരണവശാലും എനിക്ക് നഷ്ടപ്പെടാനേ പാടില്ല. സ്വർഗം കിട്ടണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ ചെറിയൊരു കുട്ടിയുടെ ആഗ്രഹമാണ്, എന്നെക്കാളും മുതിർന്ന എൻ്റെ ഉപ്പയും ഉമ്മയും ആരൊക്കെ ഉണ്ട് എല്ലാം മനുഷ്യൻ്റെ ഒക്കെ ആഗ്രഹം എന്താണ്? അൾട്ടിമേറ്റ് ഏറ്റവും സുപ്പീരിയർ ആഗ്രഹം എന്താണ്? ഈ ജീവിതം കൊണ്ട് സ്വർഗം കിട്ടണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവിടെ എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ട് എന്നിട്ട് ജീവിക്കണം. അപ്പം കിട്ടും, സമാധാനം കിട്ടും, സ്വർഗം കിട്ടും. എന്താ അങ്ങനെ പറയാൻ കാരണം? ആലോചിച്ചോ കാണി. ഇപ്പോൾ ദുനിയാവിലെ സന്തോഷത്തിന് വേണ്ടി നമ്മളൊരു വീട് വെക്കുകയാണ്. വീട് വെക്കുമ്പോൾ നമ്മൾ വീട് വെക്കാനല്ല അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്, മനോഹരമായി വീട് വെക്കാനോ അതുപോലെ തന്നെ കുറേ പൈസ ഉണ്ടാക്കാനോ അതൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അതല്ല ലക്ഷ്യം. ലക്ഷ്യം സ്വർഗമാണ്. ആ ലക്ഷ്യം നഷ്ടപ്പെടുന്ന തരത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല. വീട് വെച്ചതിൻ്റെ പേരിൽ സ്വർഗം പോകരുത്. കാറ് വാങ്ങിയതിൻ്റെ പേരിൽ സ്വർഗം പോകരുത്. എൻ്റെ വീട്ടിലൊരു കല്യാണം നടന്നതിൻ്റെ പേരിൽ സ്വർഗം പോകരുത്. വീട്ടിലൊരു നോമ്പ് തുറവി സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ സ്വർഗം പോകരുത്. സ്കൂളിലേക്ക് പോയി കുട്ടി തിരിച്ചു വരുമ്പോഴേക്കിനും സ്വർഗം പോകരുത്. കോളേജിലേക്ക് പോയൊരു കുട്ടി കോളേജ് വിട്ട് വീട്ടിലേക്ക് വരുമ്പോഴേക്കും സ്വർഗം പോകരുത്. അയൽവാസിയോട് 10 മിനിറ്റ് സംസാരിച്ച് തിരിച്ചു വരുമ്പോഴേക്കിനും സ്വർഗം നഷ്ടപ്പെടരുത്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം സ്വർഗം നഷ്ടപ്പെടുന്ന ഒന്നും ലൈഫിൽ ഉണ്ടാവാനേ പാടില്ല. എന്നാൽ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതൊരു കാര്യവും ചെയ്യാൻ നമ്മൾ മത്സരിക്കുകയും വേണം. അതായിരുന്നു സഹാബത്ത് റളിയല്ലാഹു അൻഹും. അവരെങ്ങനെയാണ്? നബിൻ്റെ അരികെ വന്ന് ചോദിക്കുന്നതാണ് അല്ലേ. ഒരിക്കൽ സഹാബത്ത് റളിയല്ലാഹു അൻഹു അവരിങ്ങനെ ഒരുമിച്ചുകൂടി ആലോചിക്കുകയാണ്, അല്ല നമുക്ക് എങ്ങനെയാണ് സ്വർഗം കിട്ടുക? അപ്പോൾ അവർ ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് തോന്നാണ്, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം മനസ്സിലാക്കുക, എന്നിട്ട് നബി ജീവിക്കണ പോലെ തന്നെ ജീവിക്കുക, അപ്പം നമുക്ക് സ്വർഗം കിട്ടും. അങ്ങനെ അവർ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോയിട്ട് നബിനോട് തന്നെ ചോദിക്കുക, നബി നിങ്ങളെ സ്വഭാവം എങ്ങനെയാണ്? അവർ പോവുകയാണ്. അവർ ചെന്നു, വീട്ടിലെത്തിയിട്ട് പിന്നെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലില്ല. അപ്പോൾ ഭാര്യ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ വേണ്ടി വന്നതാണ്, അപ്പോൾ പിന്നെ ഞങ്ങൾ വന്ന കാര്യം ഇന്നതാണ് എന്ന് പറഞ്ഞ് അവർ ഉമ്മയോട് പറയാൻ. ഈ സംഭവം നമുക്ക് സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ ആ മുഖത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, ഉമ്മ ചോദിക്കുകയാണ് എന്തേ വന്നത്? അപ്പോൾ ഇവർ പറയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാണ്. കാരണം ഞങ്ങൾക്ക് സ്വർഗം കിട്ടണം, സ്വർഗം കിട്ടാൻ നബി ജീവിച്ച പോലെ ജീവിക്കണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയാണ്? ആ സന്ദർഭത്തിൽ നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കാന ഖുലുഖു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം എന്ന് പറയുന്നത് ഖുർആനാണ്. ഖുർആൻ ഇത് നമ്മൾ കേട്ട സംഭവമാണ്. പക്ഷെ ഇതിൻ്റെ ബാക്കിയുണ്ട്. തഫ്സീർ എടുത്ത് വായിച്ചാൽ ഇതിൻ്റെ ബാക്കി കാണാൻ പറ്റും. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് ഓതി കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം ഖുർആനാണ് എന്ന് പറഞ്ഞാൽ അവൻ നിർത്തല്ല.
ഖുർആനാണെന്ന് പറഞ്ഞ് നമ്മൾ വ്യാഖ്യാനിക്കും. നമുക്ക് വ്യാഖ്യാനിക്കുക, അങ്ങനെ തന്നെ വ്യാഖ്യാനം ശരിയാണ്. ഖുർആനിൽ എന്തൊരു നന്മ പറഞ്ഞോ അതൊക്കെ സ്വീകരിക്കുക, ഖുർആൻ എന്തൊക്കെ തിന്മ പറഞ്ഞോ അതൊക്കെ ഒഴിവാക്കുക. അതാണ് ഖുർആൻ. ശരി, എന്നിട്ട് അവനൻ്റെ ലൈഫിൽ അപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഖുർആനിലെ ആയത്തുകൾ ഓതുന്നു. വിശുദ്ധ ഞാൻ ആ മുഴുവൻ ഓതി വിശദീകരിക്കാൻ ഒരുപാട് സമയമുണ്ട്. ഞാൻ അതിൻ്റെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആമുഖം പറഞ്ഞു തരാണ്. ബാക്കി നിങ്ങൾ ഇരുന്ന് വായിച്ച് പഠിക്കണം. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഓതി കൊടുക്കണ ആയത്ത് ഏതാ അറിയോ? ആയത്ത് 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂനിലെ ആദ്യത്തെ 11 ആയത്തുകൾ. അങ്ങനെയാണ്, ആദ്യത്തെ 11 ആയത്തുകൾ ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് ഓതി കൊടുക്കാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഈമാനുള്ളവർ, സത്യവിശ്വാസികൾ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. നബിൻ്റെ സ്വഭാവം ചോദിച്ചു കേട്ടോ. നബിൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഉമ്മയുടെ മറുപടി ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിജയിച്ചു. അഫ്ലഹ ഏറ്റവും വലിയ വിജയാണ്. ആ വിജയം നിങ്ങൾക്ക് വേണോ? നിങ്ങളും വിജയിക്കും. നമുക്ക് വിജയിക്കണോ? നമുക്കും വിജയിക്കാൻ പറ്റും. പക്ഷെ മുത്ത് റസൂലുള്ള ജീവിച്ച ഈ സംഗതി ഉൾക്കൊണ്ടാൽ മതി. അതിന് നമ്മൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. എങ്കിൽ നമുക്കും വിജയിക്കാം. എന്നിട്ട് പറയാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഈമാനുള്ളവർ, സത്യവിശ്വാസികൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചു. തീർച്ചയായിട്ടും വിജയിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താ? ഇനി പറയുന്ന 6-7 ഗുണങ്ങൾ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ അപ്ലിക്കേഷൻ അത് ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിക്കണം. ഇത് ആര് ചെയ്താലും അവരൊക്കെ വിജയിക്കും. എന്നിട്ട് ഒന്നാമത്തെ കാര്യം പറയാണ്, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്, ഭയഭക്തിയുള്ളവരാണ്. ഈ ഒരൊറ്റ കാര്യം മാത്രം ഒന്ന് പരിശോധിച്ചേക്കാൻ മതി. എന്നിട്ട് സമയത്തനുസരിച്ച് അവൻ്റെ ബാക്കി പറഞ്ഞുതരാം. ഈ ഒരൊറ്റ കാര്യം ആലോചിച്ച് നോക്കാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വിജയിച്ചവർ, സ്വർഗം കിട്ടുന്നവർ, സമാധാനം കിട്ടുന്നവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വഭാവത്തിൽപ്പെട്ട ഏറ്റവും ഒന്നാമത്തെ ക്വാളിറ്റിയായി പറഞ്ഞ സംഗതി എന്താണ്? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശൂൻ, നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്. നിസ്കാരം നമ്മൾ പഠിക്കേണ്ട ആവശ്യം നമുക്കൊക്കെ തേഞ്ഞ ആളുകളാണ്. പക്ഷെ ഞാൻ ഒരു വായന നമസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ചില സംഗതികൾ ഇങ്ങനെ ആലോചിച്ച് നോക്കാൻ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു പുരോഗതി ഉണ്ടാക്കാൻ ഒരാവശ്യമുള്ള സംഗതി സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാണ്. നോക്കൂ, നിങ്ങൾ അവിടെ പറഞ്ഞത് ഖുശൂ ആണ്. ഭക്തിയോടെ നിസ്കരിക്കുന്നവർ എന്നല്ല, ഭക്തിപൂർവ്വം നമസ്കരിക്കണം. ശരിക്ക് മനസ്സറിഞ്ഞ് നമ്മൾ ആലോചിക്കട്ടോ. നമ്മൾ ഇത്രയും കുട്ടിക്കാലം മുതൽ എത്രാമത്തെ വയസ്സിൽ നമ്മൾ നിസ്കാരം തുടങ്ങി വെച്ചാൽ നമുക്ക് ഓർമ്മയില്ല. അതിനേക്കാൾ മുമ്പ് നിസ്കാരം തുടങ്ങിക്കണേ നമുക്ക്. എന്ന് വെച്ചാൽ കുറേ ലക്ഷക്കണക്കിന് റക്അത്തുകൾ നമ്മൾ നമസ്കരിച്ചു. ലക്ഷക്കണക്കിന് തവണ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതിയിട്ടുണ്ട്. നിരന്തരം നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒക്കെയുണ്ട്. എന്നാലും നമസ്കാരക്കാർ കിട്ടുന്നൊരു കവാടുണ്ട്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വിശദീകരിക്കുന്നുണ്ട് സഹാബത്തെ, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. ആ 8 വാതിലിനെ കുറിച്ച് ഇങ്ങനെ റസൂലുള്ളാഹി വിശദീകരിക്കുമ്പോഴാണ് നമസ്കാരക്കാർ, നമസ്കരിക്കുന്നവർ സ്വർഗത്തിൽ പോകുന്ന വാതിലാണ് ബാബു സ്വലാ. നോമ്പുകാർക്ക് ബാബു റയ്യാനുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിലേർപ്പെട്ട, പ്രബോധന പ്രവർത്തനങ്ങളിൽ ജിഹാദിലൊക്കെ ഏർപ്പെട്ട ആളുകൾക്ക് അവർ സ്വർഗത്തിൽ പോകുന്ന കവാടം ബാബുൽ ജിഹാദുണ്ട്. അതുപോലെ അള്ളാഹ് തന്ന സമ്പത്ത് അള്ളാഹ്ക്ക് തന്നെ തിരിച്ചു കൊടുത്ത് സ്വതക്ക ചെയ്തവർ, സകാത്ത് നൽകിയവർ, അവർ സ്വർഗത്തിലേക്ക് പോകുന്ന കവാടം ബാബു സ്വതക്കയുണ്ട്. ഇങ്ങനെ ഹദീസിൽ ഇങ്ങനെ അഭിപ്രായങ്ങൾ ഇങ്ങനെ വരുന്ന കാണാം. അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വിശന്ന് എടങ്ങാറായി നടന്ന് അവസാനം പ്രവാചകന്റെ മുമ്പിലെത്തുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എന്തേ അബൂ ഹുറൈറ ഈ സമയത്ത് ഇങ്ങനെ, ഈ ഉച്ച സമയത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? റസൂലെ, വിശപ്പ് കൊണ്ടാണ്, പട്ടിണിയാണ്, ഭക്ഷണം കഴിച്ച ദിവസങ്ങളായി എന്ന് പറയുമ്പോൾ ഉമ്മയോട് പറയണ്ടേ, അകത്തെന്തെങ്കിലും ഉണ്ടോ നോക്കുന്നു. 2 കാരക്ക കിട്ടുമ്പോൾ 2 കാരക്ക അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു കാരക്ക എടുത്ത് മടിയിൽ വെക്കുകയാണ്. ഒരു കാരക്ക മടിയിൽ വെച്ച് ഒരു കാരക്ക തിന്നുന്നുണ്ട്. ആ സമയത്ത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല എന്തേ അബൂ ഹുറൈറ ആ ഒന്ന് മടിയിൽ വെച്ചത്? ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുത്ത് റസൂൽ
റസൂലേ എന്നെക്കാളും വിശപ്പ് സഹിച്ചുകൊണ്ട് എൻ്റെ ഉമ്മ വീട്ടിലുണ്ട്, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ഇതെൻ്റെ ഉമ്മക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചതാണെന്ന് പറയുമ്പോൾ കണ്ണ് നിറയുന്നുണ്ട്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അത് രണ്ടും നീ തിന്നോ, ഉമ്മാക്കുള്ളത് നമുക്ക് വേറെ നോക്കാം എന്ന് പറയുന്നുണ്ട്. എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാതാപിതാക്കളെ പരിഗണിക്കുന്നവർ, അവർക്കുള്ള സേവനങ്ങൾ ചെയ്യുന്നവർക്ക്, അവരെ പരിഗണിക്കുന്നവർ, അവർ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു കവാടമുണ്ട്. ബാബ് ഔസത്തിൽ ജന്ന ബിർറിൽ വാലിദൈൻ, സ്വർഗത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്തായി വരുന്ന ബാബ് ബിർറിൽ വാലിദൈൻ, മാതാപിതാക്കളെ പരിഗണിക്കുന്ന, അവരെ പരിപാലിക്കുന്നവർ സ്വർഗത്തിലേക്ക് പോകുന്ന കവാടം. ഇങ്ങനെ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ, വ്യത്യസ്ത അഭിപ്രായങ്ങളൊന്നും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെ നമ്മൾക്കൊക്കെ ഉള്ളൊരു പ്രതീക്ഷ, നമ്മൾ സ്വർഗം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, സ്വർഗത്തിന് 8 കവാടമുണ്ടെങ്കിൽ എനിക്ക് ഏത് വാതിലാ തുറന്ന് കിട്ടുക? സഹാബാക്കൾ ചോദിച്ചിട്ടുണ്ട് അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. നബി ഇതിങ്ങനെ വിശദീകരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കണം, നബിയെ 8 വാതിലും ആർക്കെങ്കിലും തുറന്നിട്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, താങ്കൾക്ക് അതിന് ഭാഗ്യം ലഭിക്കട്ടെ, താങ്കൾക്ക് 8 തുറന്ന് കിട്ടും, 8 വാതിലും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീ സമൂഹത്തോട് പ്രത്യേകം പറഞ്ഞൊരു സംഭവമുണ്ട്. സ്ത്രീകളോട് പ്രത്യേകം പറഞ്ഞൊരു സംഭവമുണ്ട്. എന്ത്? പെണ്ണുങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ നിസാൽ മുഅ്മിനീൻ, സത്യവിശ്വാസിയുടെ പെണ്ണുങ്ങൾക്ക് 8 വാതിൽ തുറന്നു കൊടുക്കും. 4 കാര്യം റസൂൽ, ഈ 4 കാര്യം ചെയ്താൽ, ഇതൊക്കെ ചെയ്യണം, ചെയ്തെങ്കിലേ കിട്ടൂ. കേൾക്കാൻ സുഖമാണ്, അതുപോലെ പറയാൻ എളുപ്പമാണ്. ആപ്ലിക്കേഷൻ ലെവല് അത് പ്രാക്ടിക്കലാക്കുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം. പ്രാക്ടിക്കലാക്കിയാൽ റസൂലുള്ളാഹി പറഞ്ഞു, 4 കാര്യം സ്ത്രീകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ സ്വല്ലത്ത് ഖംസഹ, ഒരു പെണ്ണ് 5 നേരം നമസ്കരിക്കുക. വസ്വാമത്ത് ഷഹ്റഹ, അവള് 1 മാസം നോമ്പനുഷ്ഠിക്കുക. വ ഇത്വാഅത്ത് സൗജഹ, അവളുടെ ഇണയെ ഭർത്താവിനെ അനുസരിക്കുക. അവിടുന്ന് പോകും, സ്വർഗം പോണ പോക്കാണത്. ഈ ത്വാഅത്ത് സൗജഹ, ഭർത്താവിനെ അനുസരിക്കുക. വഹഫിളത്ത് ഫർജഹ, അവളുടെ ശരീരഭാഗങ്ങളെ, ഗുഹ്യസ്ഥാനെ കാത്തു സൂക്ഷിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് എന്ത് ചെയ്യണം? അവളുടെ ഡ്രസ്സ്, അവളുടെ വസ്ത്രധാരണം കൊണ്ട് മറ്റൊരു പുരുഷൻ ഒരിക്കലും തെറ്റായ ഒരു വികാരം ഉണർത്തുന്ന രീതിയിൽ ഡ്രസ്സ് ധരിക്കാതിരിക്കുക. അതാണ് അവളെ ശരീരം കാത്തു സൂക്ഷിക്കാറ്. ഇന്നെ കണ്ടിട്ട് വേറൊരു മനുഷ്യൻ എന്തുണ്ടായത്, തെറ്റായൊരു വിചാരങ്ങളൊന്നും വേണ്ട, ഇന്നെ പിന്നെയും നോക്കാൻ തോന്നുന്ന കോലത്തിൽ ഒരു ഡ്രസ്സ് ഞാൻ ധരിക്കൂല തീരുമാനിച്ചാൽ മതി. ഹഫിളത്ത് ഫർജ, ആ രീതിയിൽ അവളെ കാത്തു സൂക്ഷിക്കുകയും ചെയ്താൽ, ആ ഹദീസിന്റെ ബാക്കി സ്വർഗത്തിന്റെ 8 വാതിൽ അവൾക്ക് തുറന്നു കൊടുക്കും. എടി പെണ്ണെ, ഇഷ്ടമുള്ള വാതിലുകൾ സ്വർഗത്ത് പോയിക്കോ എന്ന് പറയും. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് സ്വർഗത്തിന്റെ ഒരു വാതിലാണ് ബാബു സ്വല, നമസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന വാതിൽ. അപ്പം നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്, നോമ്പിൽ നമ്മൾ ആലോചിക്കണം, ബാബു റയ്യാനുള്ള സ്വർഗത്ത് പോകാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടുമോ? കിട്ടണം. നമസ്കാരം കൊണ്ട് എനിക്ക് ബാബുസ്വല തുറന്ന് കിട്ടുമോ? കിട്ടണം. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് സ്വതക്ക കിട്ടുമോ? കിട്ടണം. എന്ന് പറഞ്ഞാൽ ലക്ഷ്യം മുന്നിൽ കണ്ട് ആരാധന ചെയ്യണം. അപ്പം നിസ്കരിക്കുമ്പോൾ മനസ്സിൻ്റെ എനിക്ക് ബാബുസ്വലയിലൂടെ സ്വർഗത്തിലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമസ്കാരത്തെ കുറിച്ച് നമ്മൾ പരിശോധിക്കുക. സ്വല തുറന്ന് കിട്ടാൻ മാത്രം ശരിക്കും ആലോചിച്ചോ. കാണി, നെഞ്ചത്ത് കെട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ, എനിക്കതിൻ്റെ അർത്ഥം അറിയുമോ? അറിയും. ശരി. പിന്നെ നമ്മൾ അല്ലാഹുമ്മ ബാഇദ് ബൈനി അലൈഹി വജ്ജഹതു പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുകയാണ്. മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായായ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഓരോ ഹർഫിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? സൂറത്തുൽ ഫാത്തിഹ അഊദു ബിസ്മിൻ ചൊല്ലി വലദ്ദാലീൻ വരെ ചൊല്ലുമ്പോൾ അതിൻ്റെ ആശയങ്ങളിലൂടെ മനസ്സ് റബ്ബിനോടുള്ള മുനാജാത്ത്, സംസാരമാണ്. ആ രീതിയിൽ അള്ളാഹുവിനോട് സംസാരിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരം നമുക്ക് സാധിക്കുന്നുണ്ടോ? അതേപോലെ റുക്കുയിലേക്ക് പോകുമ്പോൾ ആ റുക്കുയിലെ പ്രാർത്ഥനയുടെ അർത്ഥം സമിഅ അല്ലാഹു ലിമൻ ഹമിദ, അർത്ഥം സുജൂദിലെ, ഇഅ്തിദാലിലെ, അത്തഹിയാത്തിലെ അർത്ഥം അറിഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നവരാണ് ഞാൻ എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് എത്ര കൊല്ലായി നിസ്കാരം തുടങ്ങിയിട്ട് ആലോചിക്കണം. ഇന്നും ഇത് കേൾക്കുമ്പോൾ ഒരു മനസ്സിൽ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ മനസ്സിൽ തോന്നണം, പടച്ചോനെ ഈ ഒരു അടുത്ത
അടുത്തൊരു നമസ്കാരം ആകുമ്പോഴേക്കിനും, ഇപ്പോൾ ലുഹറിന് മുമ്പ് സമയം കിട്ടൂലെങ്കിൽ അസർ ആകുമ്പോഴത്തേനും ഒരു പ്രാർത്ഥനയുടെ അർത്ഥമെങ്കിലും ഞാൻ മനസ്സിലാക്കിയിട്ട് ഒന്ന് അറിഞ്ഞ് പ്രാർത്ഥിക്കും എന്ന് തീരുമാനിക്കാൻ മനസ്സുണ്ടാവണം. അതാണ് ആവശ്യം. അതാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അത് അതിൽ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ, അപ്ലിക്കേഷൻ വരിക എന്ന് പറഞ്ഞത് വെച്ചാൽ കേട്ട സംഗതി പ്രാവർത്തികമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ എനിക്ക് ഈ ക്ലാസ്സിൽ ഒന്നാമത്തെ ഒരു വർക്ക് തരാനുള്ളത് തന്നെയാണ്. ഈ റമദാൻ കഴിഞ്ഞാൽ എന്ത് നേടി ചോദിച്ചാൽ, 9-ാം തീയതി ക്ലാസ് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമസ്കാരത്തിൽ ഓരോ പ്രാർത്ഥനയുടെയും അർത്ഥം അറിഞ്ഞ് നിസ്കരിക്കാനുള്ള കൊതി കൊണ്ട് ഞാൻ അത് പഠിച്ചെടുത്തിട്ടുണ്ട്. അറിയുന്നവർക്ക് വീണ്ടും വീണ്ടും വായിക്കാൻ മാത്രമുണ്ട്, പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വാക്കർത്ഥം വെച്ച് പഠിച്ചറിഞ്ഞ് എന്നിട്ട് നിസ്കരിച്ചു നോക്കി. അപ്പോഴാണ് എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനെ വിളിച്ച് പറഞ്ഞത്, നിസ്കരിക്കടാ ഖുർറത്തു ഐനി അസ്വല, നിസ്കാരം എന്ന് പറഞ്ഞാൽ നല്ലൊരു സമാധാനമാണ് കേട്ടോ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ആ സമാധാനം കിട്ടണേ എന്ത് ചെയ്യണം? അങ്ങനെ അർത്ഥം നിസ്കരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇത്ര കൊല്ലം നിസ്കാരം തുടങ്ങിയിട്ട് 2 റക്അത്ത് സുബഹി നമസ്കരിക്കുമ്പോൾ ആ സുബഹി നമസ്കാരത്തിൽ എത്ര തവണ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ ബാങ്കിൽ ഒരു ദിവസം 5 നേരം ബാങ്കിൽ എത്ര അല്ലാഹു അക്ബർ ഉണ്ട്? അങ്ങനെയാണെങ്കിൽ നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ അല്ലാഹു അക്ബർ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഉറങ്ങുന്നതിന് മുമ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു ദിവസം എത്ര തവണ ഞാൻ അല്ലാഹു അക്ബർ പറയുന്നുണ്ട്? എന്തിനാണ് അല്ലാഹു അക്ബർ എന്നെ കൊണ്ട് ഇത്രത്തോളം പറയിപ്പിക്കുന്നത്? ഇതൊക്കെ സമാധാനമായി കണക്റ്റഡാണ്. ഞാൻ പറയാം, ഇങ്ങനൊരു ചിന്തയാണ് മതപരമായ കാര്യത്തിൽ ചിന്ത വരുമ്പോൾ അല്ലാഹു ലൈഫിൽ തരുന്നൊരു സംഗതിയാണ് ഈ ബർക്കത്ത് എന്ന സംഗതി. അവിടെയാണ് മതപരമായി ജീവിക്കുക. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ് നിസ്കാരത്തിലെ പ്രാർത്ഥന നമ്മൾ തീരുമാനം എടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഇത് വെറുതെ ഒരു ഒച്ച കേട്ട് പോകലല്ല, എന്തായാലും നമസ്കാരത്തിൽ മുഴുവൻ പ്രാർത്ഥന അർത്ഥം ഞാൻ പഠിച്ചിരിക്കും, മനസ്സിലാക്കും. എന്നിട്ട് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടുകൂടെ ഞാൻ നമസ്കരിക്കും. അതാണ് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരം ഭക്തിപൂർവ്വം നമസ്കരിക്കാറാണ്. നിങ്ങൾ ആലോചിച്ച് കുട്ടികളുമായി കണക്റ്റഡായി നിസ്കാരത്തെ കുറിച്ചൊന്ന് ആലോചിക്കുക. എന്ന് പറഞ്ഞാൽ പിന്നെ നിസ്കാരം എന്ന് പറഞ്ഞാൽ 4 കാര്യമാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ 4 കാര്യം. നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ്. ഒന്ന് ഷർത്തുകൾ, 2 നമസ്കാരത്തിൻ്റെ റുക്കിനുകൾ, 3 നമസ്കാരത്തിൻ്റെ വാജിബുകൾ, 4 നമസ്കാരത്തിൻ്റെ സുന്നത്തുകൾ. ഷർത്ത് എന്ന് 4 കാര്യം. ഒന്ന് ഷർത്ത് നഷ്ടപ്പെട്ടാൽ നിസ്കാരം ഫുള്ള് ബാത്തിലാണ്. അവനെ നിസ്കാരം അല്ലാതെ സ്വീകരിക്കാനല്ല. ഷർത്ത് പോയാൽ റുക്കിന് പോയാലും നിസ്കാരം ബാത്തിലാവും, നിസ്കാരം ശരിയാവില്ല, ബാത്തിലാവും. ഫറള് പോയാൽ നമസ്കാരത്തിലെ വാജിബുകൾ നഷ്ടപ്പെട്ടാൽ, വാജിബ് മറവിയോടെ നഷ്ടപ്പെടണം, മറന്ന് നഷ്ടപ്പെട്ടാൽ അവൻ നിസ്കാരം ബാത്തിലാകൂല. പക്ഷെ അത് പരിഹരിക്കണമെങ്കിൽ അയച്ച് നിസ്കരിച്ചൊന്നും വേണ്ട, നിസ്കാരത്തിൻ്റെ അവസാനം 2 സുജൂദ് ചെയ്താൽ മതി. സുന്നത്ത് നഷ്ടപ്പെട്ടാൽ നിസ്കാരം ഒരു പ്രശ്നം ഉണ്ടാവില്ല, കൂലി കുറയുള്ളൂ. അപ്പോൾ 4 കാര്യമാണ് നിസ്കാരം. 1 ഷർത്താണ്, 2 റുക്കിനാണ്, 3 വാജിബാണ്, 4 സുന്നത്താണ്. ഇനി ഷർത്തും റുക്കിനും നിസ്കാരം ഫുള്ള് ബാത്തിലാക്കും. അപ്പോൾ എന്താ വ്യത്യാസം ചോദിച്ചാൽ, ഷർത്ത് നിസ്കാരത്തിൻ്റെ പുറത്തുള്ള സാധനമാണ്. ഷർത്ത് നിസ്കാരത്തിൻ്റെ പുറത്തുള്ള സാധനമാണ്, റുക്കിന് നിസ്കാരത്തിൻ്റെ ഉള്ളിലത്തതാണ്. അപ്പോൾ ഷർത്ത് പുറത്തുള്ള അറിയുമ്പോൾ നമുക്കറിയാം നിസ്കാരത്തിൻ്റെ പുറത്തുള്ളൊരു സാധനമാണ്, അതുണ്ടെങ്കിൽ നിസ്കാരം ശരിയാകുള്ളൂ. അതിൽപ്പെട്ട സാധനമാണ് അത് വുളു. ഒരാൾ വുളു എടുക്കാതെ നിസ്കാരം ശരിയാവില്ല, അത് നിസ്കാരം ഷർത്താണ്. അതിൽപ്പെട്ട മറ്റൊരു സംഗതിയാണ് ഔറത്ത് മറക്കുക, നഗ്നത മറക്കൽ, ഷർത്താണ്. നിസ്കാരത്തിൻ്റെ പുറത്ത് സംഭവിക്കേണ്ട, നമസ്കാരം സ്വീകരിക്കേണ്ട അനിവാര്യമായ കാര്യങ്ങൾപ്പെട്ടതാണ് ഔറത്ത് മറക്കൽ. ഇനി നമ്മളെ കുട്ടികളെ നിസ്കാരത്തിലേക്ക് വരികയാണ്. അതായത് ശരിക്ക് ഇതാണ് രക്ഷിതാക്കൾ കേട്ട് ബോധ്യപ്പെട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട സംഗതിയാണിത്. എങ്ങനെ കുട്ടികളെ നിസ്കാരം? ഇപ്പോൾ കുട്ടികളെ പാൻറ് സ്ക്രാച്ച് നോന പേരിൽ തൊട കീറിയ പാൻറ്, ഇവിടെ കാക്ക കീറി പറഞ്ഞ പാൻറ് ഉണ്ടാവും. ആ പാൻറ് ഇട്ടൊരു കുട്ടി നിസ്കരിക്കാൻ വേണ്ടി ജുമ കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. ഉമ്മ ചോദിച്ചു, മോനേജ ഇവിടുന്ന് വരുന്നത്? ഞാൻ അമ്മ പള്ളിക്ക് നിന്ന് വരികയാണ്, ജുമ കഴിഞ്ഞ് വരികയാണ്. അപ്പോഴാണ് പാൻറ് നോക്കുമ്പോൾ പാൻറ് മുട്ടിൻ്റെ മേലക്കിട്ട് കീറി ഇങ്ങനെ കിടക്കുകയാണ്. കാരണം പുരുഷൻ്റെ ഔറത്ത് മിനിമം വേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, പൊക്കിൾ മുതൽ മുട്ട് വരെ മറഞ്ഞിരിക്കണം. ഓലെ നിസ്കാരം അത് സ്വീകരിക്കുള്ളൂ. അപ്പോഴാണ് ഓൻ്റെ പാൻറ് തൊട കീറി നിസ്കരിച്ച് പാൻറ് ഇട്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയോ? ഇല്ല. അതിനെ
അതിനേക്കാളും വലിയ ഗൗരവമായിട്ട് അതിലേറെ ഔറത്ത് വെളിവാണ് സാധനം. ഇറക്കല്ലാത്ത ഷർട്ട് ഇട്ട് വരും കുട്ടികൾ. ഈ സ്ത്രീകളിടുന്ന ജാക്കറ്റ് മാതിരി പൂക്കളിൻ്റെ അത്ര വലിപ്പമുള്ള ഷർട്ട് ഇട്ട് കാണാണ് കുട്ടികൾ നിസ്കരിക്കാൻ വരിക. എന്നിട്ട് അവർ സുജൂദിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? ഷർട്ട് പൊങ്ങും, അവിടെ ബാക്ക് സൈഡ് മുഴുവൻ കാണും. കണക്കിന് പോലെ എന്താ നിസ്കരിച്ച് വരികയായിരിക്കും. ആ നമസ്കാരം റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടാകുമോ? ഷർത്ത് പോയാൽ നിസ്കാരം ഫുള്ള് ബാത്തിലാണ്. അവൻ്റെ ഔറത്ത് വെളിവായാൽ നിസ്കാരം ബാത്തിലാവും. അതുകൊണ്ട് മാന്യമായ ഡ്രസ്സ് ധരിക്കണം എന്ന് അവിടുന്ന് കിട്ടുക. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം? നിസ്കാരവുമായി ആലോചിച്ച് പഠിച്ച് ചെയ്യേണ്ടതുണ്ട്. അവിടെയാണത് ശരിയാകുള്ളൂ. എങ്ങനെ നോക്കൂ നിങ്ങൾ, നമസ്കാരവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒരാൾ നമസ്കാരത്തിലേക്ക് നിന്നു, നിസ്കാരം ഇങ്ങനെ കഴിഞ്ഞ് അവസാനം ഫാത്തിഹ സൂറത്തും ചൊല്ലിയിട്ട് അയാൾ എന്ത് ചെയ്തു? റുക്കോയിലേക്ക് പോയി. റുക്കോയിലെത്തിയപ്പോൾ അയാൾ കോട്ടുപാട്ട് പറഞ്ഞാൽ ദീർഘമായിട്ട് കോട്ടുപാട്ടിട്ട് എന്ത് ചെയ്തു? അയാൾ റുക്കോയിൽ ഒരൊറ്റ പ്രാർത്ഥനയും ചൊല്ലിയില്ല. അള്ളാഹു അക്ബർ നേരെ റുക്കോയിലേക്ക് പോയി. അവസാനം കോട്ടുപാട്ട് നേരെ പൊങ്ങണ അയാൾ സമി അള്ളാഹു ലിമൻ ഹമീദ് പൊങ്ങി. ഒരൊറ്റ പ്രാർത്ഥനയും റുക്കൂയിൽ അയാൾ ചൊല്ലിയില്ല. അയാളുടെ നിസ്കാരം ശരിയാവുകയില്ലേ? അപ്പം നമ്മൾ പഠിക്കണം. റുക്കൂയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, സുജൂദിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, എഴുത്തിദാനിലെ പ്രാർത്ഥന, അതിൻ്റെ ഹുക്മ എന്താണ് എന്നറിയണം. അവിടെയാണ് അതിന് പരിഹാരം ഉണ്ടാകുക. അപ്പം നമ്മൾ പഠിക്കും അത് വാജിബാണ്. വാജിബ് നഷ്ടപ്പെട്ടാൽ അതിന് പരിഹാരമുണ്ടെന്ന് പറയുന്നത് അത് അവസാനം സുജൂദ് ചെയ്ത് പരിഹരിക്കപ്പെടും. ഇങ്ങനെ നമ്മൾ നിസ്കാരത്തെക്കുറിച്ച് തന്നെ ശരിക്ക് ബോധ്യപ്പെട്ട് മനസ്സറിഞ്ഞ് നമസ്കരിച്ചാലേ നമസ്കാരം സ്വീകരിക്കുള്ളൂ. അതാണ് അപ്ലിക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ രീതിയിലേക്ക് മതപരമായ കാര്യങ്ങൾ പഠിക്കുകയും അത് വ്യക്തി ജീവിതത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്യണം. എന്തിന്? അതാണ് വിഷയത്തിൻ്റെ മർമ്മം. ഇപ്പോൾ നമ്മൾ ആലോചിക്കണം എന്താ വെച്ചാൽ സമാധാനമാണല്ലോ. സമാധാനം ഉണ്ടാകാറുണ്ട്. കുടുംബ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാറപ്പം എന്താ? കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് കാര്യം, പറയാൻ എളുപ്പമാണ്. അതായത് ഭാര്യക്കും ഭർത്താവും നല്ല സ്നേഹത്തിലാകണം. അതായത് ഉമ്മയും ഉപ്പയും നല്ല സ്നേഹത്തിലാകണം. കുട്ടികൾ മാതാപിതാക്കളെ അനുസരിക്കണം. വീട്ടിലേക്ക് കയറി കൊണ്ടുവന്ന മകൻ്റെ കൈ പിടിച്ച് വന്ന മരുമകൾ ഉമ്മാനി ഉപ്പാൻ എന്ത് ചെയ്യണം? സ്വന്തം ഉമ്മാനി ഉപ്പാനെ പോലെ കരുതണം. ഉമ്മി ഉപ്പി എന്ത് ചെയ്യണം? മരുമകളെ സ്വന്തം മകളെ പോലെ കരുതണം. അവിടെയുള്ള ജ്യേഷ്ഠന്മാർ, അഞ്ചന്മാർ, ഭാര്യമാരൊക്കെ നല്ല സൗഹൃദത്തിൽ പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. എങ്കിൽ കുടുംബം ഹാപ്പി. ഇതാണല്ലോ ആവശ്യം. ഇതൊരു കുടുംബത്തിൽ ഉണ്ടാകാൻ എന്താ വേണ്ടത് എന്നാണ്? ഉമ്മയും ഉപ്പയും പരസ്പര സ്നേഹത്തോടുകൂടെ പരസ്പരം നല്ലക്ക് സംസാരിച്ച് നല്ല രസത്തിൽ ജീവിക്കണം. അതിങ്ങനെ കുട്ടികൾ കാണണം. എൻ്റെ കുട്ടികളൊക്കെ എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന, അതായത് ഉമ്മയും ഉപ്പയും പറയുന്നത് കേട്ട് അനുസരണയുള്ള മക്കളാകണം. ഇതിന് ഈ കുടുംബത്തിൽ എന്താ വേണ്ടത്? നല്ല മനോഹരമായ ഒരു വീടുണ്ടാക്കിയാൽ കിട്ടുമോ? നല്ലൊരു അടിപൊളി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു കാറ് വാങ്ങിയാൽ കിട്ടുമോ? പേരൻ്റെ അടുത്ത് തന്നെ പള്ളി ഉണ്ടെങ്കിൽ കിട്ടുമോ? എങ്ങനെ കിട്ടുള്ളൂ? അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കിട്ടണമെങ്കിൽ ഒറ്റ കാര്യം വേണ്ടത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫൾഫർ ബിദാത്തി ദീൻ, മതം, ദീന് ജീവിതത്തിൽ ഉണ്ടാവുക. അവനവൻ്റെ വ്യക്തി ജീവിത ദീനുണ്ടെങ്കിൽ അള്ളാഹ് നൽകുന്ന സമ്മാനമാണ് സമാധാനം. അവനവൻ്റെ വ്യക്തി ജീവിതത്തിൽ ദീന് ഒഴിവാക്കിയാൽ അള്ളാഹു എടുത്തു കളയുന്ന സംഗതിയാണ്, പരീക്ഷണമായി നൽകുന്ന സാധനമാണ്, പരീക്ഷണമായി അള്ളാഹ് ഇട്ട് തരുന്ന സംഗതിയാണ് ടെൻഷൻ. ഒന്നുകൂടി പറയാം, ദീന് ഒരാൾ സ്വീകരിച്ചാൽ, വിശുദ്ധ ഖുർആന്റെ ആശയം മനസ്സിലാക്കി ഖുർആൻ അനുസരിച്ച് ഒരാൾ ജീവിക്കാൻ തയ്യാറായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സമ്മാനമാണ് സമാധാനം. ഒരാൾ ദീന് അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് സൗകര്യമില്ല, ഞാൻ ഈ പോണമാതിരി അടിച്ചു പൊളിച്ചിങ്ങനെ ജീവിക്കുമെന്ന് ഒരാൾ തീരുമാനിച്ചാൽ അള്ളാഹു അവൻ്റെ ലൈഫിലേക്ക് കൊടുക്കുന്ന പരീക്ഷണമാണ് ടെൻഷൻ. അപ്പോൾ സമാധാനം വേണോ? ദീന് പറയുന്നത് ജീവിക്കാൻ തയ്യാറായ മതി. എന്താ ഉപ്പാക്ക് ദീനുണ്ടായാല പ്രത്യേകത എന്താ?
വാപ്പാക്ക് ദീനുണ്ടായ എന്താ ഉണ്ടാകാറോ? വാപ്പ മനസ്സിലാക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുണ്ട്, മാ അക്റമൻ നിസാഉ ഇല്ലാ കരീമ വമാ അഹാനഹുന്ന ഇല്ലാ ലഈമ. വാപ്പാക്ക് ദീനുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശം. എന്താ പറഞ്ഞാൽ പിന്നെ മറ്റൊരു വീട്ടിൽ നിന്ന്, വേറൊരു കുടുംബത്തിൽ നിന്ന്, ആ പശ്ചാത്തലത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മി ചൊല്ലി, അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മി ചൊല്ലിക്കൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച ഒരു പെണ്ണാണിവൾ, ഭാര്യ. അതുകൊണ്ട് അവൾ, ഞാൻ കാരണം, ഓരോ വാപ്പരോരോ ഭർത്താവും തിരുമേ, ഞാൻ കാരണം എൻ്റെ സ്വഭാവം, എൻ്റെ പെരുമാറ്റം, എൻ്റെ സംസാരം, എൻ്റെ ജീവിതം കാരണം ഒരു കാരണവശാലും അള്ളാൻ്റെ നാമത്തിൽ ഞാൻ സ്വീകരിച്ച എൻ്റെ കൂടെ കഴിയുന്ന എൻ്റെ ഭാര്യയ്ക്ക് ഒരു സങ്കടം വരൂല. എന്നിട്ട് റസൂല പറഞ്ഞത്, നീ ഉണ്ണുകയാണെങ്കിൽ അവൾക്ക് ഉണ്ണാൻ കൊടുക്കണം, നീ വസ്ത്രം എടുത്താൽ അവൾക്കും വസ്ത്രം ഉണ്ടാകണം, നിനക്കിൻ്റെ ജീവിതത്തിൽ എന്തുണ്ടോ അതൊക്കെ അവൾക്കുണ്ടാകണം. അവളും പച്ചയായൊരു മനുഷ്യനാണ്. വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്, കണ്ണുനീരുണ്ട്, സമാധാനം വേണം, ഇതൊക്കെ വേണം. അതുകൊണ്ട് നിന്റെ ലൈഫിൽ എങ്ങനെയാണോ സമാധാനം കിട്ടുന്നത് അതൊക്കെ ഉണ്ടാവണം എന്നെന്തെയാണ് ഒരു ഭർത്താവ്. അതിൽ ഏറ്റവും മനോഹരം എന്താ അറിയോ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം കുടുംബവുമായുള്ളൊരു ബന്ധം പഠിപ്പിക്കുന്നൊരു ഖുർആൻ. എന്നാണ് ഖുർആൻ എത്ര മനോഹരമാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ്, ഈ ഇബ്രാഹിം നബിൻ്റെ മനസ്സാണ് വാപ്പാക്ക് ഉണ്ടാകേണ്ടത്, ഓരോ വാപ്പാക്കുണ്ട്. എന്താ അറിയോ ഇബ്രാഹിം നബിൻ്റെ മനസ്സെന്ന് ചോദിച്ചാൽ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചിന്തിക്കണം എന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു നല്ല അള്ളാഹുവിൽ നിന്ന് കിട്ടിയ വഹിൻ്റെ അടിസ്ഥാനത്തിൽ പെർഫെക്റ്റായി ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ഏകദൈവാരാധന മനസ്സിലാക്കി അള്ളാഹിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ഒരു സ്ട്രൈറ്റ് പാത്തിലാണ്, നേരെ ചൊവ്വ വഴിയിലാണ് ഞാനുള്ളത്. ആര് മനസ്സിലേക്കാണ്? ഇബ്രാഹിം നബി മനസ്സിലേക്കാണ്. കാരണം ഇത് അള്ളാഹിൻ്റെ ദീനാണ്, അള്ളാഹിൻ്റെ ദീനിൽ ഞാൻ നിൽക്കുകയാണ്, ഇത് അള്ളാഹ് തന്ന സമ്മാനമാണ്, അത് എൻ്റെ അടുത്ത് ക്ലിയർ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സംഗതി ആദ്യം ഉണ്ടാകേണ്ട എവിടെയാണോ? എൻ്റെ കുടുംബത്തിലുണ്ടാവണം. അതാണ് അദ്ദേഹത്തിൻ്റെ നിർബന്ധം. ഞാൻ പഠിച്ച ആദർശം എൻ്റെ ഭാര്യ സ്വീകരിക്കണം, എൻ്റെ മക്കൾ സ്വീകരിക്കണം. ഞാൻ പോകുന്ന സ്വർഗത്തിൽ എൻ്റെ കൂടെ എൻ്റെ മക്കളുണ്ടാകണം, എൻ്റെ ഭാര്യ ഉണ്ടാകണം, എൻ്റെ കുടുംബം ഉണ്ടാകണം. ഇത് എവിടുന്നാണ് കിട്ടുക? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഓരോ പ്രാർത്ഥന എടുത്ത് പരിശോധിച്ചാൽ കാണും. ഓരോ പ്രാർത്ഥനയും, ആ പ്രാർത്ഥനയിലൊക്കെയും അദ്ദേഹം കുടുംബത്തെ ചേർത്ത് പറയുന്നു. വജ്നുബിനി അൻ നഅ്ബുദൽ അസ്നാം, ബിംബാരാധനയെ തൊട്ട് തടുക്കണമെന്ന് പറയുമ്പോൾ വമിൻ ദുരിയത്തി, പഠിച്ചോനെ ഇന്ന മാത്രം ഒഴിവാക്കിയിട്ട് കാര്യമില്ല, എൻ്റെ കുട്ടികളും ബിംബങ്ങൾ ആരാധിക്കുന്നവരാകരുത്, അതുകൊണ്ട് എൻ്റെ കുടുംബത്തെയും അതിന് രക്ഷപ്പെടുത്തണം. റബ്ബി ജഅൽനി മുഖീമസ്സലാ, പടച്ചോനെ എന്നെ നമസ്കരിക്കുന്നവരിൽ ഉൾപ്പെടുത്തണം. എന്നെ മാത്രം മതി പോരാ, വബനി അല്ലെങ്കിൽ വവൻതുര്യത്തി, എൻ്റെ സന്താനങ്ങളെയും എൻ്റെ കുട്ടികളെയും നിസ്കരിക്കുന്നവരിൽ ഉൾപ്പെടുത്തുക. ഇബ്രാഹിമിൻ്റെ പ്രാർത്ഥനയാണ്. എനിക്കെന്ത് അനുഗ്രഹം വേണോ ആ അനുഗ്രഹം എന്ത് വേണം? എൻ്റെ കുടുംബത്തിനും എൻ്റെ ഭാര്യക്കും കുടുംബത്തിനും കിട്ടണം. അള്ളാഹ് തെരഞ്ഞെടുക്കുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സകല പരീക്ഷണങ്ങൾ നൽകി അതിലൊക്കെ രക്ഷപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബിയോട് അള്ളാഹ് പറയണത്, ഇബ്രാഹിം താങ്കളെ തെരഞ്ഞെടുക്കുന്നു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ഇബ്രാഹിം താങ്കളെ ലോകത്തുള്ള മനുഷ്യകുലത്തിൻ്റെ നേതാവ്, ഇമാമാക്കുകയാണ് എന്നല്ല പറയുമ്പോൾ ഇബ്രാഹിം നബിൻ്റെ മറുപടി വെക്കാണ് നിങ്ങൾ. ഇബ്രാഹിം നബി അത് മദീനാണോ? അല്ല. ഇബ്രാഹിം നബിൻ്റെ തൊട്ട വാക്ക് കാല വമിൻ ദുർരിയതി, പടച്ചോനെ എന്നെ ഇമാമാക്കിയതിൻ്റെ പേര് ഞാൻ സംതൃപ്തവാനാകുന്നില്ല, എൻ്റെ കൂടെ എന്നെ ഇമാമാക്കിയതുപോലെ വമിൻ ദുർരിയതി, എൻ്റെ സന്തതികളെയും ലോകത്തിന് ഇമാമാക്കണം, എൻ്റെ കുടുംബത്തെയും ലോകത്തിന് ഇമാമാക്കണം. അപ്പോൾ എനിക്ക് സമാധാനം. ഇതാണൊരു വാപ്പ. ഇതിന് വാപ്പാക്ക് എന്ത് വേണം? ദീനുണ്ടാകണം. ഞാൻ പോകുന്ന സ്വർഗത്തിൽ എൻ്റെ കൂടെ എൻ്റെ കുടുംബം വേണം. ഞാൻ വെള്ളിയാഴ്ച ജുമാക്ക് വരുന്നെങ്കിൽ എൻ്റെ മക്കളും ജുമാക്ക് വരണം, എൻ്റെ ഭാര്യ ജുമാക്ക് വരണം. ഞാൻ വെള്ളിയാഴ്ച ജുമാക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മോന് ഏത് നാട്ടിൽ പഠിക്കുകയാണെങ്കിലും ജുമാക്ക് പോണിന് മുമ്പ് ഞാൻ വിളിക്കും, മോനെ
ഇന്ന് വെള്ളിയാഴ്ചയാണ്, ജുമാക്ക് പോകണട്ടോ. ഞാൻ ജുമാക്ക് പോകുന്നുണ്ട്, ഞാൻ ജുമാക്ക് പോകുന്ന പോലെ നീയും ജുമാക്ക് പോവുക എന്നുള്ളതാണ് എൻ്റെ ഇഷ്ടം. കാരണം എൻ്റെ കൂടെ സ്വർഗത്തിൽ നീയും ഉണ്ടാകണം. ഇതാണ് വാപ്പ. ഇതിനെന്താ വേണ്ടത്? ദീനുണ്ടായാൽ മതി. ഇത് പറയാൻ എളുപ്പമാണ്. അതുകൊണ്ട് ദീന് സ്വീകരിച്ചാൽ വാപ്പയുടെ ഭാഗം ക്ലിയറാണ്. വാപ്പയുടെ പെരുമാറ്റങ്ങളിൽ നിന്നോ വാപ്പയുടെ സംസാരങ്ങളിൽ നിന്നോ ഒരു നിലക്കും ഒരു സങ്കടം വരൂല. ആ ഭാഗം ക്ലിയർ ആകുന്നു. അതേപോലെ ഉമ്മാക്ക് ദീനുണ്ടാകാറ് എന്താ? ഉമ്മ മനസ്സിലായി ഒരു പെണ്ണ് മരിക്കുകയാണെങ്കിൽ, ഭർത്താവ് ജീവിച്ചിരിക്കെ ഭാര്യ മരിച്ചു പോയാൽ, മരിച്ചു പോയാൽ ആ ഭാര്യയെക്കുറിച്ച് ഭർത്താവ് സംതൃപ്തവാനാണെങ്കിൽ റസൂൽ പറഞ്ഞ ദഖലത്തുൽ ജന്ന, ലക്ഷ്യം സ്വർഗാണല്ലോ. അപ്പോൾ ഞാൻ ഓരോ പെണ്ണും ഓരോ ഉമ്മയും ഓരോ ഭാര്യയും ചിന്തിക്കുകയാണ്, എപ്പോഴാണ് മരണം വരുമെന്ന് അറിയില്ല. ഞാൻ ഇന്ന് മരിക്കുകയാണെങ്കിൽ എൻ്റെ പുതിയാപ്പിളക്ക് എന്നെക്കുറിച്ച് നല്ല സംതൃപ്തിയാകണം. ആ ഭർത്താവിൻ്റെ സംതൃപ്തിയോടുകൂടെ ഞാൻ മരിച്ച എനിക്ക് സ്വർഗം കിട്ടും. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഒരു നിലക്കും എൻ്റെ ഭർത്താവിനെ സങ്കടപ്പെടുത്തുന്ന, ടെൻഷൻ വരുത്തുന്ന ഒരു സംഗതിയും എൻ്റെ വാക്കിലോ എൻ്റെ പ്രവർത്തനത്തിലോ എൻ്റെ പെരുമാറ്റം ഉണ്ടാകൂല. എൻ്റെ പുതിയാപ്പിളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. എൻ്റെ ഉപ്പയെക്കാളും ഉമ്മയെക്കാളും എനിക്ക് ബാധ്യത എൻ്റെ ഭർത്താവിനോടുണ്ട്. ആ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അത് പ്രാക്ടിക്കൽ ലൈഫാണ്, ആരാധനയാണ്. ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് ഭർത്താവിനെ സന്തോഷിപ്പിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന പോലെ, നോമ്പ് പോലെ ആരാധന. കാരണം സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടാൻ വേണ്ടി റസൂലുള്ള പഠിപ്പിച്ച ഏറ്റവും നല്ലൊരു മാർഗം ഇതാ സ്വല്ലത്ത് ഖംസഹ, 5 നേരം നമസ്കരിക്കടി പെണ്ണെ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഈ ത്വാഅത്ത് സൗജഹ, ഭർത്താവിനെ അനുസരിക്കുക. നമസ്കരിക്കുന്നത് പോലെ ഒരു ആരാധനാ രൂപത്തിൽ തന്നെ ഭക്തിപൂർവ്വം ഭർത്താവിനെ പരിഗണിച്ചുകൊണ്ട് ജീവിക്കുക. ആ ഭാഗം ക്ലിയറാണ്. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല സമാധാനം. ഉപ്പ ക്ലിയർ, ദീനുണ്ട്, ഉപ്പാന്റെ ഭാഗം ക്ലിയറായി. ഉമ്മാക്ക് ദീനുണ്ട്, ആ ഭാഗം ക്ലിയറായി. ഇനി വേണ്ടതോ മക്കൾക്ക് ദീനുണ്ടാവുക, ആ ഭാഗം ക്ലിയറാവും. മക്കൾ ഇത്ര തിരും ഇതിലെ കുട്ടികളൊക്കെ ഇത് ഒറ്റ ഹദീസ സ്വീകരിക്കുക, ഒറ്റ ഹദീസ് മനസ്സിലാക്കിയാൽ മതി. നോക്കി നിങ്ങൾ, ഒരു കുട്ടി വിചാരിക്കുകയാണ് ഞാൻ കാരണം എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരൂല. ഒരിക്കലും എൻ്റെ ഉമ്മാനും വാപ്പാനും ടെൻഷൻ ഒരു സംഗതി ഉണ്ടാകൂല. എന്തുകൊണ്ടുണ്ടാകൂല? കാരണം അള്ളാഹ് എന്നെ ഇഷ്ടപ്പെടണം. അള്ളാഹ് എന്നെ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് സ്വർഗം കിട്ടുള്ളൂ. ലക്ഷ്യം സ്വർഗമാണ്. അള്ളാഹുവിൻ്റെ സ്വർഗം എനിക്ക് കിട്ടണമെങ്കിൽ എന്നെ അള്ളാഹ് ഇഷ്ടപ്പെടണം. അള്ളാഹ് എന്നെ ഇഷ്ടപ്പെടപ്പോഴാ? മുത്ത് റസൂലുള്ള പറഞ്ഞു, റിദല്ലാഹി ഫി റിദൽ വാലിദൈൻ സഖ്തുൽ വാലിദൈൻ. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം. അതുകൊണ്ട് ഉമ്മി വാപ്പിനോട് ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ഒരു കുട്ടി ഉമ്മാട് ചോദിക്കണം, ഉമ്മ ഇങ്ങക്ക് എന്നോട് ദേഷ്യം, എന്തെങ്കിലും വിഷയം ഉമ്മ അങ്ങക്ക് എന്നോട് ദേഷ്യം ഉണ്ടോ? ഉമ്മ ഇങ്ങക്ക് എന്നോട് ദേഷ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അറിയോ? അള്ളാഹ്ക്ക് എന്നോട് ദേഷ്യം ഉണ്ടാകുക എന്നാണ്. അതുകൊണ്ട് ഉമ്മ നിങ്ങൾ ഒരിക്കലും എന്നെ വെറുക്കരുത്, ഉപ്പ ഒരിക്കലും എന്നെ വെറുക്കരുത്. ഞാനും വാപ്പിയും തമ്മിൽ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. ഉപ്പ പറയണൊന്നും എന്തില്ല, എനിക്ക് അങ്ങനെ കേൾക്കാൻ എനിക്ക് പ്രയാസം. എന്നാലും ദീനിൻ്റെ വിഷയത്തിൽ ഉപ്പ പറയുകയാണെങ്കിൽ ഞാനത് സ്വീകരിച്ചേ പറ്റൂ. ഉമ്മ പറയാണ്, വാപ്പിയും പറയാണ്, മോനെ എൻ്റെ ഈ മുടി ഇങ്ങനെ ചുരണ്ടി വെട്ടലുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ചുരണ്ടിങ്ങാണ്ടുള്ള വെട്ടൽ, ആ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഖസാഇ എന്ന് പറയാം, ഖസാഇ എന്ന് അടിച്ചിട്ട് ഇമേജ് അടിച്ചു വെക്കും. അപ്പം ഇങ്ങനെ വരും എന്ത്, ഇതിലെങ്ങനെ ചുരണ്ടി കൂട്ടിയ മുടി, ഇവിടെ മുടി ഇങ്ങനെ നിർത്തിക്കാണ്ട് ഇതിലെ ചുരണ്ടിയ ഭാഗം ഇമേജ് ഇങ്ങനെ വേണം. എന്നിട്ട് താഴെ ഹദീസ് കൊടുക്കും, നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസാ, റസൂലുള്ളാഹി ഖസാ വിരോധിച്ചിട്ടുണ്ട് ഉണ്ടോ എങ്കിൽ ഉമ്മ ഞാനത് ചെയ്യൂല. ഇത് കുട്ടികൾ സ്വീകരിച്ചാൽ മതി. ഇതാണ് ഹദീസ്. ദീന് പറഞ്ഞ അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കൂടി രാവിലെ ദിക്റിൻ്റെ കൂടി ദിക്ർ ഉണ്ട്. അതേപോലെ തന്നെ 5 നേരം ബാങ്കിന് ശേഷമുള്ള ദിക്റുണ്ട്. ആ ദിക്ർ എന്താ അറിയോ?
എന്നിട്ട് റസൂൽ പറയുന്നതാണ്, അതെങ്ങാനും ചൊല്ലിയാൽ ദഖലത്തിൽ ജന്ന, അവൻ സ്വർഗത്തിലെത്തിന. എന്താണ് ആ ദിക്ർ? നമുക്കൊക്കെ മാനപ്പാടാണ്. റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂല, അല്ലെങ്കിൽ നബിയ. റളീതു ബില്ലാഹി റബ്ബ, എനിക്ക് അള്ളാഹിനെ ഇഷ്ടാണ്, അള്ളാഹുവിനെ റബ്ബായിട്ട് എനിക്ക് ഇഷ്ടമാണ്, മുഹമ്മദ് റസൂലുള്ളാഹിയും എനിക്ക് ഇഷ്ടമാണ്, ഈ ദീനുൽ ഇസ്ലാമിന് എനിക്ക് ഇഷ്ടമാണ്. ഇതൊരാൾ പറഞ്ഞാൽ അവർക്ക് സ്വർഗം കിട്ടുന്നതാണ്. ആ ദീനുൽ ഇസ്ലാമിൽ പെട്ടൊരു സംഗതിയാണെന്ത്? ചൊരണ്ടിയിട്ടുള്ള മുടി വെട്ടൽ ഒഴിവാക്കണം. എനിക്ക് ദീൻ ഇഷ്ടമാണ്, റസൂലുള്ളാഹിനെ ഇഷ്ടമാണ്, എങ്കിൽ നിനക്ക് സൗകര്യം ഉണ്ടോ എന്നാണ്. അപ്പോൾ ആ കുട്ടിയെ സ്വീകരിച്ചു. ആ ഭാഗം ക്ലിയറായി. അവൻ്റെ ആ കാര്യത്തിൽ പേടി പേടിക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങുക, ആ വസ്ത്രം ആ കാല് നരകത്ത് കാണും, എന്ന് വെച്ചാൽ നരകത്തിലാണ്. ഇത് ഹദീസാണെങ്കിൽ, മുഹമ്മദ് റസൂൽ പറഞ്ഞാണെങ്കിൽ, റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ, റസൂലുള്ളാഹിനെ എനിക്ക് ഇഷ്ടമാണ്, ദീനുൽ ഇസ്ലാമിന് എനിക്ക് ഇഷ്ടമാണ്. നെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങുന്നത് മതവിരുദ്ധമാണെങ്കിൽ എൻ്റെ വസ്ത്രം ഇനി മുതൽ ഇറങ്ങൂല. അപ്പോഴാണ് പാൻറ് എന്ത് ചെയ്യുക, നെരിയാണിക്ക് മേലട് വരിക, അല്ലെങ്കിൽ അതിങ്ങനെ ചവിട്ടരി നടക്കും. ഇത് ദീൻ അറിയാത്ത പ്രശ്നമാണ്. ദീനുണ്ടോ സമാധാനം വരും. ദീന് സൂര്യൻ അസ്തമിച്ചാൽ സൂര്യനല്ല പോകുന്നത്, സൂര്യൻ്റെ കൂടെ വെളിച്ചം പോകും, അവിടേക്ക് ഇരുട്ട് കയറി വരും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദീന് പോയാൽ ദീനല്ല പോകുന്നത്, ദീന് പോകുന്നതോടുകൂടെ സമാധാനം നഷ്ടപ്പെടും, അവിടേക്ക് ടെൻഷൻ കയറി വരും. അതുകൊണ്ട് ജീവിതത്തിൽ സമാധാനം വേണോ, ദീനത് സ്വീകരിക്കുക. വേറൊരു പരിഹാരം അതിനില്ല. നമ്മളെ നാട്ടിൽ എത്ര വലിയ കൂട്ടായ്മ ഉണ്ടായിട്ടും ഇപ്പോൾ ലഹരിയൊക്കെ ആയിട്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്. ഇപ്പം ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ ലഹരിയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ എല്ലാ നാട്ടിലും ഭയങ്കര ജാഗ്രതയാണ്, ഭയങ്കര ജാഗ്രതേൻ്റെ എല്ലാം വേണം. അതിനൊന്നും കൊച്ചാക്കാനോ അത് മോശമൊന്നും പറയാൻ പാടില്ല. നമ്മളൊക്കെ അതിൻ്റെ ഭാഗമാകണം. അതിന് നല്ല എഫേർട്ട് എടുത്തുകൊണ്ട് ശക്തമായി മുന്നിൽ നടക്കണം. പക്ഷേ ആ കൂട്ടത്തിൽ നമ്മുടെ ദൗത്യം കൂടിയുണ്ട്. നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് അതിൻ്റെ മാരകമായ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതോടൊപ്പം അതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ സംഗതി ഉണ്ടല്ലോ, ഇപ്പം ഇന്ന് കിടക്കണ ഈ ലഹരിയും എല്ലാ പ്രശ്നങ്ങളും ഇതിനേക്കാൾ മൂർത്തമായ അവസ്ഥയിൽ എന്നുണ്ടായിരുന്നു, ജാഹിലിയ കാലത്തിലുണ്ടായിരുന്നു അല്ലേ? ചരിത്രം ശരിയാണെങ്കിൽ അന്നത്തെ കാലത്ത് ഇപ്പോൾ ഉമർ അള്ളാഹുവിൻ്റെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം, ജാഹിലിയത്തിലെ സ്വഭാവം. അയാൾ ഇങ്ങനെ ഒരിക്കൽ ചന്തയിലേക്ക് ചെല്ലുകയാണ്. ചന്തയിലേക്ക് ചെന്നപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം അയാൾ കണ്ടു. അത് ചോദിച്ച കച്ചവടക്കാരോട്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ, ഒരു കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ അപ്പം തരാറ്. പക്ഷെ ഉമർ അള്ളാഹുവിന് ഇത് സഹിച്ചില്ല. അയാൾ വാളൂരി അയാളെ കഴുത്ത് മുറിച്ചെടുത്തിട്ട് വാളുമ്മ കുത്തി ഉയർത്തിയിട്ട് പറഞ്ഞു, ചോര ഇങ്ങനെ ഒലിപ്പിച്ചിട്ട് പറയണേ, ഉമർ ആഗ്രഹിച്ച സാധനം തരാൻ മടിക്കണത് ആർക്കാ അതിനെ എതിർക്കാൻ പറ്റാം? അത്രമാത്രം ആ രീതിയിൽ അത്രമാത്രം ചോദിക്കാനും പറയാനില്ലാത്ത ക്രൂരത, അത്രമാത്രം ജാഹിലിയത്ത് തളം കിട്ടിയൊരു നാടായിരുന്നു ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ. ആ ജനതയെ മാറി 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 അത് നമ്മളെ കൊണ്ട് ലോകാവസാനം വരെ പ്രാർത്ഥിപ്പിക്കാൻ ആ സമയം റളിയല്ലാഹു അൻഹും, അല്ലാഹുവേ നീ അവരെ തൃപ്തിപ്പെടണം, ഞങ്ങൾക്ക് പോലെ ഇഷ്ടാൻ, ലോകത്ത് ജനിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും മാതൃകയാക്കുമാർ, ദാ ഓലെ നോക്കി നിങ്ങൾ ജീവിക്കണം കേട്ടോ. ആരെ? അത്രമാത്രം കൊലവിളിയും മദ്യവും മയക്കുമരുന്നും അവിടെ ശരീരത്തെ ഫോസിലുകൾ പഠനം നടത്തിയിട്ട് പറയുന്നുണ്ട്, അവരുടെ കോശങ്ങളിൽ വരെ മദ്യവുമായി ബന്ധപ്പെട്ട അത്രമാത്രം ലഹരിക്ക് അഡിക്റ്റഡായ ഒരു സമൂഹത്തെ പരിവർത്തിതമാക്കിയിട്ട് നമ്മളോട് പറയാണ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ജീവിക്കേണ്ടത് ആ ദുഷിച്ച സ്വഭാവത്തിൽ മാറി വന്ന് ലോകത്തിന് ഉത്കൃഷ്ട മാതൃകയെ ജീവിച്ച് ഓലെ നോക്കി ജീവിച്ചോളി എന്ന് പറയുമാർ മാറി. അവർ എങ്ങനെ മാറി? ലഹരിയിൽ കുതിർന്ന് ലഹരിയിൽ വീണ് മരിച്ച് പെടഞ്ഞ ആളുകളെ ഏറ്റവും സമുന്നതരാക്കി മാറ്റിയത് വിശുദ്ധ ഖുർആൻ എന്നൊരൊറ്റ കാരണമാണ്. ഈ സംഗതി ഇന്നും നമ്മളെടുത്തുണ്ട്. നമ്മൾ വേറെ എന്തൊക്കെ പറയുമ്പോഴും നമ്മൾ വേണ്ട അന്ന് ആദ്യം മാറ്റിയ സംഗതി അതന്നെയാണ്, എന്നും പ്രസക്തി തന്നെയാണ്. ശരിക്കും നമ്മൾ മുജാഹിദുകൾ കൂട്ടായ്മകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ഒന്നാമത് വെക്കേണ്ട അജണ്ട ശരിക്കും ഇതാണ്. ഇത് നമ്മളൊരു പൂതിയാണ്, പക്ഷെ എന്ത് ചെയ്യില്ല, അങ്ങനെ അജണ്ട വരൂല്ല. അജണ്ട വന്നാൽ വിജയിക്കും, പക്ഷെ എന്ത് ചെയ്യില്ല, വരൂല എന്നറിയാം. എന്നാലും നമുക്ക് ഇങ്ങനെ ഇത്തരം സാധിച്ച് ചർച്ച ചെയ്യാൻ പറ്റും. എന്താണ്
ഈ ലഹരിയെക്കാളും മാരകമായ, ഈ ലഹരിയെക്കാളും ഒക്കെ കൊടും പാതകം എന്താ? അത് ശിർക്കാണ്. കള്ളിനേക്കാളും വ്യഭിചാരത്തെക്കാളും MDMA ഒക്കെ മാരകമായ കൊടും പാതകം, ഇസ്ലാമികമായി ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്ന സംഗതി എന്താ? ശിർക്കാണ്. ശരിക്കും നമ്മൾ ബുദ്ധിയുള്ള ആളുകൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ആദ്യം കൂട്ടായ്മ രൂപീകരിച്ച് ശക്തമായി എതിർത്ത് ശക്തമായി മുന്നോട്ട് പോകേണ്ട വിഷയം ഏതാ? ഷിർക്കിനെതിരെയാണ്. ഈ ഒരു നാട്ടിൽ ഷിർക്കുമായി ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിലും അവിടെ അനൈക്യണ്ടാവും. മുവഹിദുകൾക്കിടയിലെ പിശാച് പണിയെടുക്കുക അങ്ങനെയാണ്. മനസ്സുകളെ തമ്മിൽ തെറ്റിപ്പിക്കാൻ വേണ്ടി ആദ്യം ചെയ്യാൻ തരാം ഷിർക്ക് തൗഹീദിന്റെ വിഷയത്തിൽ അകൽച്ച ഉണ്ടാക്കും. പിന്നെ ഇബ്ലീസിനെ പിടിച്ചു കയറും. പിന്നെ ആകെ ഫസാദായിരിക്കും. അതുകൊണ്ട് ഒരു മഹലില് ഏറ്റവും നല്ല സന്തോഷത്തെ സമാധാനത്തോടെ പോകണമെങ്കിൽ രണ്ട് കാര്യമാണ് മർമ്മത്തിൽ വേണ്ടത്. രണ്ട് കാര്യം. ഒരു മഹല്, ഇപ്പോൾ നമ്മൾ ഈ ചെമ്പക്കുത്ത് മഹല് ഏറ്റവും നല്ല സന്തോഷത്തോടെ ഐക്യത്തോടെ സമാധാനമായിട്ട് ഒറ്റ മനസ്സോടെ പോകണമെങ്കിൽ രണ്ട് കാര്യം ശരിക്കും ക്ലിയർ ആയാൽ മതി. വളരെ ഹാപ്പി ആയിട്ട് മഹല് പോവും. ഒന്ന് തൗഹീദിൻ്റെ വിഷയമാണ്. തൗഹീദിൻ്റെ കാര്യത്തിൽ ഒരു അനൈക്യവുമില്ലാത്ത ഏറ്റവും നല്ല ഖുർആനും ഹദീസും പറഞ്ഞ പോലെ പെർഫെക്റ്റായി തൗഹീദ് മുറുകെ പിടിക്കുന്നൊരു സംഘമായി മുന്നോട്ട് പോകാൻ കഴിയണം. ഒന്ന്. രണ്ടാമത്തെ വിഷയം ഏതാ അറിയോ? സൂറത്ത് മുഅ്മിനിൽ രണ്ടാമത് പറഞ്ഞ ക്വാളിറ്റിയായി പറഞ്ഞ സംഗതി സക്കാത്തിൻ്റെ വിഷയം. ഇവിടെ സക്കാത്ത് സെൽ ഉണ്ട്, അതുപോലെ അതിൻ്റെ നല്ല പ്രവർത്തനം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും സാധാരണക്കാർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ആലോചിക്കാത്തൊരു വിഷയമുണ്ട്. പിന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടിൽ സക്കാത്ത് സെൽ ഉണ്ടാകുകയാണെങ്കിൽ ആ നാട്ടിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം, സാമ്പത്തികമായുള്ള മുഴുവൻ പ്രശ്ന പരിഹാരമാണ്. മാത്രമല്ല സമ്പത്തിൻ്റെ കാര്യത്തിൽ സമാധാനം അതിൽ അള്ളാഹ് തരും. സമ്പത്ത് ആകെ സമാധാനം കിട്ടേണ്ട രണ്ട് കാര്യമാണ്. ഒന്ന് കുടുംബം, രണ്ട് സമ്പത്തുമാണ്. ഇത് രണ്ടും സമാധാനം കളയുന്ന സാധനമാണ്. ഈ രണ്ട് വിഷയത്തിലെ സമാധാനം മനുഷ്യനെ തേടുന്നത്. ഈ സമ്പത്തിലെ സമാധാനം സക്കാത്താണ്. അപ്പം ഞാൻ അതിങ്ങനെ പറയാനുള്ള കാരണം എന്താ ചോദിച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു സാധാരണ കൂലിപ്പണി ഇരിക്കുന്ന ആളുകൾ ഒരു പക്ഷേ അയാൾ സക്കാത്ത് കൊടുക്കേണ്ടവനാവും. വാങ്ങുന്നവൻ എന്നല്ല ഞാൻ പറഞ്ഞത്, കൊടുക്കേണ്ടവനാവും. പക്ഷെ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവില്ല. ആലോചിക്കണം. ഒരു പക്ഷേ ആലോചിച്ചാൽ ഒരു ഓട്ടോ ഡ്രൈവറായാലും ഒരു ഹോട്ടൽ ജീവനക്കാരനായാലും ഒരു സാധാരണ കൂലിപ്പണിക്കാരനായാലും അയാൾ ശരിക്കും അയാളെ വരുമാനം ശരിക്കും എഴുതി വെച്ച് കണക്കൂട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ അയാൾ സക്കാത്ത് കൊടുക്കേണ്ടവനായേക്കാം. എന്തുകൊണ്ട്? ഇപ്പോൾ ഒരാൾക്ക് മിനിമം ഒരു ദിവസം ഒരു 1000 റുപ്യ കൂലിയിട്ടെന്ന് വിചാരിക്കുക. ഒരു മാസത്തിൽ ഒരു 25 ദിവസം അയാൾ പണിക്ക് പോവുകയാണെങ്കിൽ ഒരു മാസത്തെ വരുമാനം 25,000 രൂപയാണ്. ആ 25,000 രൂപ ഓരോ മാസം കിട്ടുമെങ്കിൽ 10 മാസം കൊണ്ട് അയാൾക്ക് 2.5 ലക്ഷം റുപ്യ, ഒരു കൊല്ലം കൊണ്ട് ഏകദേശം 2.5-3 ലക്ഷം റുപ്യ അയാൾ മിനിമം അയാൾക്ക് ഒരു കൊല്ലം കൊണ്ട് 2.5 ലക്ഷം റുപ്യ കിട്ടിയെന്ന് വിചാരിക്കുക. അയാളെ ചെലവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സക്കാത്ത് കൊടുക്കുക എന്നല്ല ഇസ്ലാം. അടിസ്ഥാന ചെലവാണ്. ഒരാളെ ചെലവ് കഴിഞ്ഞിട്ട് അയാൾക്ക് 5 ദിവസം ബാക്കി ഉണ്ടാവില്ല. ഒരാളെ ചെലവ് കഴിഞ്ഞിട്ട് അയാളടുത്ത് 5 ദിവസം ബാക്കിയുണ്ട്. കാരണം എന്താ അറിയോ? ഇപ്പം ഇങ്ങനെ തോന്നും ഒരു ഫോൺ വേണം. അപ്പോൾ ഫോൺ എത്ര? 12 വേണ്ട, അതിൽ കുറഞ്ഞുണ്ടോ? അത് 10,000 റുപ്യ. എന്നാൽ 10,000 റുപ്യ ഒരു 8,000-ന് കിട്ടുമോ? 8,000-ന് ഫോൺ മതി എന്ന് പറയും. അയാൾക്ക് വരുമാനം കൂടി. അയാൾക്ക് തോന്നാണ് ഫോണൊന്ന് മാറ്റണം. ഇനി 8,000-ൻ്റെ പോരാ, ഒരു 15 ആയിക്കോട്ടെ, 20,000 30,000. ഇത് അടിസ്ഥാന ചെലവല്ല. ഇത് അവൻ്റെ ആവശ്യമാണെങ്കിൽ വാങ്ങിക്കോട്ടെ. പക്ഷേ എന്താ വെച്ചാൽ ബേസിക് ചെലവിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാണ്ട് സക്കാത്ത് കൊടുക്കുന്ന രക്ഷപ്പെടാൻ നോക്കരുത്. വീടിന് മോടി പിടിപ്പിച്ചിട്ട്, കാറ് മാറ്റി പിടിച്ചിട്ട്, ബൈക്ക് ലക്ഷങ്ങൾ വാങ്ങിയിട്ട് അങ്ങനെ നമ്മൾ പൈസ ദൂർത്തടിക്കണമല്ല. നേരെ മറിച്ച് മിനിമം ചെലവ് അവനാൻ്റെ ഭക്ഷണം. ഇപ്പോൾ ഷർട്ട് എടുക്കുകയാണെങ്കിൽ 600-700 റുപ്യക്ക് തന്നെ മാനേര് ഷർട്ട് കിട്ടും. 2,000-3,000 ഷർട്ട് കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു മാന്യമായ രൂപത്തിൽ അയാൾക്ക് കിട്ടുന്ന വരുമാനം ഇത്രയാണ്. അതിന് ചിലവാക്കാവുന്ന പലചരക്ക് സാധനങ്ങൾ, ഭക്ഷണം, മരുന്ന്, വസ്ത്രം, കാര്യങ്ങൾക്ക് ഇത്ര ചിലവ്. ഒരു മാസം 25,000 വരവ്, ഒരു 15,000 റുപ്യ എന്നുണ്ടാവും. 15, 16, 20,000-ൻ്റെ അടുത്ത് വരെ ഒരു 16,000-15,000 റുപ്യയുടെ അടിസ്ഥാന ചിലവ് ഒരു മാസം. ബാക്കി ഒരു 8,000 റുപ്യ മിനിമം ഉണ്ട്. ഒരു 8,000 മിനിമം ഉണ്ട്. 10 മാസം കഴിയുമ്പോഴേക്ക് അയാൾക്ക് ബാലൻസ് ശരിക്കും ഇങ്ങനെ വരവും ചില എഴുതി കണക്കൂട്ടുകയാണെങ്കിൽ, നമ്മളാരും എഴുതി വെക്കാറില്ല.
നമ്മളാർക്കും നമ്മളെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വരവും ചിലവും ശരിക്കും എഴുതി കണക്കും. സക്കാത്ത് കൊടുക്കണം ചിന്തിക്കുന്നവൻ വരവിനെ കുറിച്ച് ബോധ്യമാണ്, ചെലവിനെ കുറിച്ച് ബോധ്യമാണ്, അപ്പോഴിത് നടക്കുള്ളൂ. അങ്ങനെ കണക്കൂട്ടുമ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ ശരിക്കും ഞാൻ മര്യാദയ്ക്ക് ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് മാന്യമായി ജീവിക്കുന്നവനാണെങ്കിൽ ശരിക്കും എൻ്റെ അടുത്ത് ഒരു വർഷം കഴിയുമ്പോൾ എംബിനാർ ബാലൻസ് ഉണ്ടാവുമല്ലോ. എങ്കിൽ ഒരു കൊല്ലം ഇപ്പോൾ ഈ വർഷത്തേക്ക് ഏകദേശം വെള്ളിയുടെ കണക്കനുസരിച്ച് 590 ഗ്രാം വെള്ളി വാങ്ങുക, ഒരു 55, ഒരു 60,000 റുപ്യ കൂട്ടിക്കോളി. ഒരു 60,000 റുപ്യാണ് നിസാബ്. 60,000 റുപ്യൻ്റെ മേലേക്ക് പൈസ ഉണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അടുത്തൊരു കൊല്ലം 80,000 റുപ്യ ബാലൻസ് ഉണ്ട്. 80,000 രൂപ ബാലൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5% 10,000 റുപ്യക്ക് 1000 റുപ്യക്ക് 25 10,250. 40,000 റുപ്യക്ക് 1000 റുപ്യ. 80,000 റുപ്യൻ്റെ സക്കാത്ത് വെറും 2,000 റുപ്യ ഒരു കൊല്ലത്തിൽ സക്കാത്താണ്. ഇത് ഈ നാട്ടിലെ സാധാരണക്കാരൻ വരെ കണക്കൂട്ടിയിട്ട് മഹല്ല് കമ്മിറ്റിക്ക് ഇങ്ങനെ സക്കാത്ത് സെല്ലിന് പൈസ ഏൽപ്പിച്ചു കൊടുത്താൽ എത്രങ്ങാനും പൈസ ഉണ്ടാവും. ഈ നാട്ടുകാരെ മുഴുവൻ പ്രതിസന്ധികളും തീർക്കാനായി മതി. ഇതാ പറഞ്ഞത്, 2 സംഗതികൾ ഒരു മഹല്ലിൽ സജീവമായി നിന്നാൽ അവിടെ അള്ളാഹ് ബർക്കത്താണ് തരും, സമാധാനം കിട്ടും. 1 തൗഹീദിൻ്റെ വിഷയമാണ്, 2 സക്കാത്തിൻ്റെ സിസ്റ്റമാണ്. ശരിക്കും പ്രാവർത്തികമാക്കണം. ഇത് പറയാൻ സുഖമാണ്, അപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞത് സമാധാനത്തിൻ്റെ മാർഗങ്ങളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ മക്കൾക്ക് ദീൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ വിഷയം ക്ലിയർ ആവും. എന്നാൽ ഒരു കുട്ടിനെയും നമുക്ക് ഏത് നാട്ടിലും വിട്ടു പഠിപ്പിക്കാം. ഓന് എവിടെ ബാംഗ്ലൂരോ മൈസൂര് എവിടെയും പോയി പഠിച്ചോട്ടെ, ഓൻ്റെ അടുത്ത് ദീനുണ്ടോ, എൻ്റെ കുട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല. ഒരു ലഹരിക്കും ഒരു തോന്നിയസ്ഥവും പോകില്ല. കാരണം എന്താ, ഓൻ്റെ മനസ്സിൽ ദീനുണ്ട്. ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കും, ഒരു തോന്നിയസ്ഥവും പോകൂല. അവൻ്റെ ഉള്ളിൽ ദീനുണ്ടാവണം. കാരണം ഉമ്മാനും വാപ്പാനും വെറുപ്പിച്ചൊരു ജീവിതം അവൻ്റെ അടുത്ത് ഉണ്ടാകൂല. എപ്പോൾ അവനാൻ്റെ ലൈഫിൽ നിന്ന് ദീന് പോയോ അപ്പോൾ അവിടേക്ക് എന്തെങ്കിലും ടെൻഷൻ വരും. ഇപ്പം നമ്മളെ ജീവിതത്തിൽ നമ്മൾ ദീന ഒഴിവാക്കിയാൽ എന്ത് ചെയ്യും, അവിടേക്ക് എന്ത് ചെയ്യും, ടെൻഷൻ വരും. ഇങ്ങനെ ഇതുപോലെ കുടുംബത്തിൽ ഒരാൾക്കുണ്ടായാൽ മതി. നിങ്ങൾ ആലോചിച്ചോ കാണി. ഇപ്പോൾ സ്കൂളിൽ നിന്ന് മാഷ് വിളിച്ച് പറയാണ്, നിങ്ങളെ കുട്ടിൻ്റെ വിഷയത്തിൽ നിങ്ങളൊന്ന് വരണം കേട്ടോ. അപ്പോൾ മാഷ് വിളിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ മോനെ നല്ല കുട്ടിയാണ്, ആളുകളോടൊക്കെ നല്ല പെരുമാറ്റം, ഉഷാറാണ്, ഒരു പ്രശ്നമല്ല. നിസ്കരിക്കാനൊക്കെ ഇപ്പോൾ അറബി ഭാഷ നിസ്കരിക്കാൻ ബാങ്ക് കൊടുത്താൽ സ്കൂളിൽ നിന്ന് ഉച്ചക്ക് വിട്ടാൽ നിസ്കരിക്കാൻ പള്ളിക്കുണ്ടാവും, നിസ്കരിക്കും. പിന്നെ മറ്റു കുട്ടികളൊക്കെ മുടിയൊക്കെ ചെത്തി കുറിപ്പിച്ച് വന്നാലും ഓന് ഒരു പ്രത്യേകതയാണ്. ഓന് ആ ഒരു ചിട്ടക്കനുസരിച്ച് തന്നെ ഓൻ പോകുള്ളൂ. ഒരു പ്രശ്നം ഓന് അങ്ങനെ നോക്കുമ്പോൾ ഇല്ല, നല്ല കുട്ടിയാണ്. പക്ഷേ പഠനത്തിൻ്റെ കാര്യത്തിൽ ഒന്നുകൂടി ശ്രദ്ധിക്കാൻ പറയണം കേട്ടോ എന്ന് പറഞ്ഞു വിചാരിക്കാം. നമ്മൾ വീട്ടിൽ വന്നാൽ ആ കുട്ടി വിളിച്ചാൽ എന്താ പറയുക, എന്നെക്കുറിച്ച് നല്ല അഭിപ്രായമായിട്ടോ മാഷന്മാർക്കൊക്കെ ഇത് നല്ലൊരു കുട്ടിയാണ്, എന്നാലും ഒന്നുകൂടി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ കേട്ടോ എന്ന് പറയും. വേറൊരു കുട്ടിയെ കുറിച്ച് എന്താ വെച്ചാൽ സ്കൂളിൽ നിന്ന് വിളിച്ചാൽ പറയണത്, പിന്നെ മോള് പഠിക്കാൻ നല്ല മിടുക്കിയാണ്, എല്ലാ വിഷയം നല്ല മാർക്കുണ്ട്, സൂപ്പറായിട്ട് പഠിക്കും, നല്ല ബുദ്ധിയുള്ള കാലിബറുള്ള കുട്ടിയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, കുറച്ച് കറങ്ങൽ കൂടുതലാണ്. ചില ആളുകളെ കൂടെയൊക്കെയാണ്, കുറച്ച് വേണ്ടാത്ത ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ എന്താ വെച്ചാൽ, ഇന്നാളൊരിക്കൽ ഇങ്ങനെ മൂത്രപ്പേരൻ്റെ അവിടെ നിന്നാണെങ്കിൽ ബീഡി വലിക്കണത് കണ്ടിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൽ ഏത് കുട്ടിനെ കുറിച്ച് നമുക്ക് സമാധാനം ഉണ്ടാകാം? പഠിക്കണ വിഷയത്തിൽ കുറച്ച് പിന്നിലായി സ്വഭാവം നന്നായാൽ നമുക്ക് എന്നാലും ആണ്ടില്ലോ അല്ല സ്വഭാവം സമാധാനമാണ്. നേരെ മറിച്ച് പഠിച്ചു, ഈ കുട്ടി പഠിക്കണോണ്ടോ സ്കൂളിൽ പോകണോ ഒന്നല്ല പ്രശ്നം. ജീവിതത്തിലേക്ക് ഒരു തെറ്റായ കാര്യം വന്നാൽ അവിടെ സമാധാനം പോവും. പെരിയിൽ വാപ്പ കള്ളു കുടിച്ച് വന്നാൽ വീട്ടിന് മുഴുവൻ സമാധാനം പോയി. ഒരു കുട്ടി പ്രേമത്തിൽ പെട്ടുപോയാൽ ആ കുട്ടിക്ക് ഒരു കുറച്ചു നേരം സുഖത്തിന് സമാധാനം കിട്ടിയാലും ആ പെരീത്തെ മുഴുവൻ സമാധാനം അവൾ കളഞ്ഞു. ഒരാൺകുട്ടി ഒരു ലഹരിക്ക് പോയാൽ ആ കുടുംബത്തിന് മുഴുവൻ സമാധാനം പോയി. ജീവിതത്തിൽ ഒരാൾ എന്താ സമാധാനം പോകാനുള്ള കാരണം? മതവിരുദ്ധമാണ്. ഇപ്പോൾ ഒരു പെണ്ണ് പറയാണ്, മരുവോള് പറയാണ്, പിന്നെ ഇങ്ങോട്ട് നോക്കിയും എനിക്ക് നിങ്ങളെ അമ്മാനി വാപ്പാനി അങ്ങനെ നോക്കാനൊന്നും വെക്കൂല, നിങ്ങൾ ആണെങ്കിൽ ഒരു വേലക്കാരനെ വെച്ചോളി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ആ പെരുത് സമാധാനം പോകും. അതിന് കാരണം എന്താ അറിയോ? അതിന് കാരണം ഈ പെണ്ണ് പറഞ്ഞ വാക്ക് മതവിരുദ്ധമാണ്. മതവിരുദ്ധമായൊരു സംസാരം, മതവിരുദ്ധമായൊരു ചിന്ത ജീവിതത്തിലേക്ക് വന്നാൽ അവിടെ നിന്ന് പോകുന്ന സാധനമാണ് സമാധാനം, അവിടേക്ക് കൊണ്ടുവരുന്ന സാധനമാണ് ടെൻഷൻ. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞാണ്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. ആര് എൻ്റെ ഉത്ബോധനത്തെ തട്ട് പിന്തിരിഞ്ഞുവോ
ആര് ഈ ദിക്റിനെ അവഗണിച്ചുവോ അവർക്ക് മഈഷത്തെന്ന് കുടുസായ ജീവിതം ഉണ്ടാവുള്ളൂ, ഒരു അടങ്ങൂറൊടിച്ച ജീവിതം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവനാൻ്റെ ലൈഫിൽ സമാധാനം വേണോ, ദീൻ ഉൾക്കൊള്ളുക എന്നുള്ളൊരു ഒറ്റ പരിഹാരമുള്ളൂ. അതിലൂടെ മാത്രമേ ജീവിതത്തിൽ ആത്യന്തികമായി സമാധാനം കിട്ടുള്ളൂ. വാപ്പാക്ക് ദീനുണ്ടാകണം, ഉമ്മാക്ക് ദീനുണ്ടാകണം, മക്കൾക്ക് ദീനുണ്ടാകണം. കയറി വരുന്ന മരുമകൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് കയറി വരുമ്പോൾ അതിന് തിരിച്ചു വാലൈക്കും മുസ്സലാം എന്ന് മറുപടി കൊടുക്കുമ്പോൾ, മോളെ സമാധാനം കൊണ്ടാണ് നീ വന്നിട്ടുള്ളത്, ഞങ്ങളെ ഭാഗത്ത് നിനക്കും സമാധാനം കിട്ടുള്ളൂ എന്ന് തിരിച്ചും പറയുന്ന രീതിയിലേക്ക് കുടുംബത്തിൻ്റെ അകത്ത് നല്ല പോലെ ദീനുണ്ടെങ്കിൽ അവിടെ അള്ള തരുന്ന ബർക്കത്ത്, അള്ള വരുന്ന സമ്മാനമാണ് സമാധാനം. ദീനിൽ നിന്ന് അകന്നു പോയാൽ, ദീനിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ജീവിച്ചാൽ അള്ള എടുത്തു കൊണ്ടുപോകുന്ന സാധനമാണ് സമാധാനം, പകരം കൊണ്ടുവരുന്ന സംഗതിയാണ് ടെൻഷൻ. അതുകൊണ്ട് ടെൻഷൻ ഫ്രീ ലൈഫിന് ദീൻ ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ റമദാനിൻ്റെ ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പ്രധാനമായി പറയാനുള്ള രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കണം. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമസ്കാരം. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള നിലക്ക് നമസ്കാരത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനകളുടെയും അർത്ഥം മനസ്സിലാക്കി, ആശയം മനസ്സിലാക്കി നമസ്കരിക്കുന്നവനാകാൻ ഞാൻ പരിശ്രമിക്കും. അതുകൊണ്ട് ഏറ്റവും അടുത്ത് തന്നെ ആ ആശയങ്ങളെ സാധ്യമായ മീഡിയം ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചെടുക്കാൻ ഞാൻ ഒരുങ്ങും എന്ന് മനസ്സിലാക്കുക. രണ്ടാമതൊരു സംഗതി, ഈ റമദാനിൽ പുതിയതായിട്ട് പറഞ്ഞാൽ ഉണ്ടാവണം. എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരു സൂറത്തെങ്കിലും, ഖുറാൻ്റെ മാസമാണ്, ഒരു സൂറത്തെങ്കിലും ഒന്ന് കാണാതെ പഠിച്ചതിൻ്റെ അർത്ഥസഹിതം പഠിക്കുക. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ സൂറത്ത് മുൽക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും, അല്ലെങ്കിൽ അമ്മ ജുസിലെ അവസാനം നിസ്കാരത്തിൽ നമ്മൾ സാധാരണ ഓതുന്ന കുറച്ച് സൂറത്തുകൾ, അതിൻ്റെ ഒരു ആശയം മനസ്സിലായി. ഇപ്പോൾ ലേണിംഗ് ക്ലാസ്സിൽ പഠിച്ചാൽ, ഇപ്പോൾ ലേണിങ്ങിന് വരാത്ത കുറേ ആളുകളുണ്ടാവും. ഇത് അവനാൻ്റെ കുടുംബത്തിൽ ദീനൊക്കെ വേണമെന്ന് തോന്നിയാൽ എന്താണ്, റിസ്ക് എടുക്കുക. ഇത് പരീക്ഷണമാണ്. നമ്മളെ പിശാച് പിടിച്ചു വലിക്കും, ഇതിന്ന് ഒഴിവാക്കും. ആ സമയത്ത് എന്താ വെച്ചാൽ പിശാചിനെ തോൽപ്പിച്ചിട്ട് എന്ത് ചെയ്യണം, ലേണിംഗ് ക്ലാസ്സുകളിലേക്ക് വന്ന് ദീന് പഠിച്ച് ഉൾക്കൊള്ളാൻ കഴിയണം. അവിടെയാണ് സമാധാനം കിട്ടുള്ളൂ. അതുകൊണ്ട് എന്താ വെച്ചാൽ ലേണിംഗ് ക്ലാസ് കൃത്യം നടക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ലേണിംഗ് ക്ലാസ് കഴിഞ്ഞിട്ട് വന്ന കുറേ ആളുകളുണ്ടാവും. തീരുമാനിക്കുക, എൻ്റെ ജീവിതത്തിൽ കുടുംബത്തിൽ ദീനുണ്ടാകണം. അതുകൊണ്ട് ലേണിംഗ് ക്ലാസ്സുകളിലേക്ക് വരിക. ഒരു സൂറത്തെങ്കിലും, അല്ലെങ്കിൽ നിസ്കാരത്തെ നമ്മൾ ചൊല്ലുന്ന സൂറത്ത്, നിങ്ങൾ ആലോചിച്ചാണ് 25 കൊല്ലം നിസ്കരിച്ചിട്ടും ഫാത്തിഹ സൂറത്തിൻ്റെ അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തൊരു നിസ്കാരം, എന്ത് ഖുർആനുള്ള ബന്ധം നമുക്ക്. അതിന് അർത്ഥം അറിഞ്ഞാലും അർ റഹ്മാൻ അർ റഹീം 2 പദങ്ങൾ, ഈ 2 പദങ്ങൾ തമ്മിൽ വ്യത്യാസം എന്ത് ചോദിച്ചാൽ അതിൻ്റെ വ്യത്യാസം ഒന്നും ഇപ്പോൾ എനിക്കറിയില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്ത് ഖുർആൻ പഠനമാണ്. അതുകൊണ്ട് അറിയണം. റഹ്മാനായ റബ്ബാരാൻ, റഹീമായ റബ്ബാരാൻ എന്ന രീതിയിൽ ശരിക്ക് ആശയം അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കണം. ഈ റമദാൻ നമുക്ക് ഒരു മുതൽക്കൂട്ടാണ്. അടുത്ത റമദാൻ നമ്മൾ ആരൊക്കെ ഉണ്ടാവും എന്നറിയില്ല. അതുകൊണ്ട് ഈ റമദാൻ കഴിഞ്ഞു പോകുമ്പോഴേക്കിനും ഇൻഷാ അല്ലാഹ് ഒരു സൂറത്തെങ്കിലും ശരിക്ക് ഖുർആനെ പരിഗണിച്ചു നാളെ ശുപാർശ പറഞ്ഞുകൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമാർ, എൻ്റെ കൈപിടിച്ച് എന്നെ സ്വർഗത്തിലെത്തിക്കാൻ റബ്ബിനോട് തർക്കിച്ചുകൊണ്ട് എന്നെ കൊണ്ടുപോകുമാർ വിശുദ്ധ ഖുർആനെ പരിഗണിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടാൻ ആത്മാർത്ഥമായി ഖുർആനെ പഠിക്കാനും അതിനെ ആശ ഉൾക്കൊള്ളാനും അതിലുപരി അത് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണം. റഹ്മാനായ റബ്ബേ, സത്യം സത്യം പോലെ മനസ്സിലാക്കുവാനും അതിൽ അടിയുറച്ചു നിൽക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യവും തൗഫീക്കും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം. റഹ്മാനായ റബ്ബേ, കത്തിയാളുന്ന നരക ശിക്ഷയിൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണം. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണം. റബ്ബേ, രോഗികളായി ആശുപത്രികളിലും വീടുകളിലും ഒക്കെ കഴിയുന്ന ഒരുപാട് ആളുകൾ, റബ്ബേ നീയാണ് ശമനം നൽകുന്നവൻ, ശമനം നൽകി അനുഗ്രഹിക്കണം. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഈമാനോടുകൂടെ മരണപ്പെട്ടു പോയർ ഉറ്റവർ, ബന്ധുക്കൾ, മാതാപിതാക്കൾ, റഹ്മാനായ റബ്ബേ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും സ്വർഗ്ഗവും നീ പ്രദാനം ചെയ്യണം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ അഷ്റഫിൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.